വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരും സൂഫികളാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എല്ലാ വിവരവും കിട്ടുന്ന ഗൂഗിളുണ്ട്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ രാത്രി പോകുമ്പോൾ പുതിയ മൊയിലാരുണ്ട്, AI മൊയിലാർ. ജെമിനി. അപ്പോൾ ഞാൻ സൂഫികൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് ഇസ്ലാമിക ചിന്താധാരയിൽ ഉള്ള ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞു. അപ്പം അത് മുസ്ലിമീങ്ങളായിരിക്കും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ പിന്നെ അതിൻ്റേതായ വിവരമല്ല, അത് ബഹറുലുമല്ലല്ലോ. അതിനനുസരിച്ചുള്ള ചില സംഗതിയൊക്കെ പറഞ്ഞു. ഇത് ഞാൻ ഗൂഗിളും എല്ലാവരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സൂഫിയാകാൻ മുസ്ലിം ആകണം എന്നില്ല, പിന്നെ അത് കുറേ സംഗതിയൊക്കെ ഉണ്ടായാൽ അവർക്ക് അതിന് സൂഫിസ് എന്ന് പറയും, സൂഫി എന്ന് പറയും എന്നാണ് ഗൂഗിൾ മൗലവിയുടെ മറുപടി. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് ലഭിക്കാൻ നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളായ അയിമ്മത്ത് ഇമാമിങ്ങളോട് തന്നെ ചോദിക്കണം. അവർ പറയുന്നതനുസരിച്ച് മാത്രം എല്ലാം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഈ ഒരു അടിസ്ഥാനം വിട്ടുകൊണ്ട് കാണുന്നതിൻ്റെ പിന്നാലെ അതാണെന്ന് വിചാരിച്ചു പോയാൽ, ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞത് അതാണ്, താടിയുള്ളതൊക്കെ അത് മുസ്ലിയാരാണ് എന്ന് വിചാരിക്കരുത്. അതുപോലെ തലേക്കെട്ടണിഞ്ഞവരൊക്കെ ആലിമീങ്ങളാണ് എന്ന് വിചാരിക്കരുത്. സിഖുകാർക്ക് നല്ല തലേക്കെട്ടുണ്ട്, പക്ഷേ അവർ തലേക്കെട്ടുള്ളവരായതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വേറെയും പലരും പിന്തുടരുന്നവർ ഉണ്ടാകാം. അതിൻ്റെ പേരിൽ എല്ലാം കൂടി കലർത്താൻ പാടില്ല. അടിസ്ഥാനം തന്നെ തെറ്റിക്കാനും പാടില്ല. മഹാനായ ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് തസൗഫിനെ സംബന്ധിച്ച് ഒന്നാം വാല്യം 381 പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്നു ഖൽദൂൻ വലിയ ചരിത്രകാരനാണ് എന്നതിൽ ആർക്കും രണ്ടഭിപ്രായമുണ്ടാവുകയില്ല. ഹാദൽ ഇൽമു മിനൽ ഉലൂമി ശറഈയ്യത്തി അൽ ഹാദിസത്തി ഫിൽ മില്ല, പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിലുള്ള അറിവിൽപ്പെട്ട ഒരു മഹത്തായ അറിവാണ് തസൗഫിൻ്റെ ഇൽമ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വഅസ്ലുഹു അന്ന തരീഖത ഹഉലാഇൽ ഖൗം, തസൗഫ് അംഗീകരിച്ച അതിൻ്റെ വക്താക്കളായ മഹാന്മാരുടെ വഴി ലം തസൽ ഇൻദ സലഫിൽ ഉമ്മത്തി വകിബാരിഹാ മിനസ് സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും, അത് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുൻഗാമികളായ സഹാബികൾ, അതിലുള്ള പ്രമുഖന്മാർ, അവരെ പിന്തുടർന്നവർ, വമൻ ബഅദഹും അവർക്ക് ശേഷമുള്ള മഹാന്മാർ, അവർ പിന്തുടർന്നതാണ് ആ വഴി. ത്വരീഖുൽ ഹഖ് വൽ ഹിദായ, അത് സത്യത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും വഴിയാണ് തസൗഫിൻ്റെ വഴി. വഅസ്ലുഹ, അതിൻ്റെ അടിസ്ഥാനം
അൽ-ഉഖൂഫു അലൽ ഇബാദ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തന്നെ സമയം കണ്ടെത്തി അതിനു വേണ്ടി ഇരിക്കുക എന്നതാണ്. വൽ-ഇൻഖിതാഉ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് തന്നെ മനസ്സ് തിരിച്ച് അള്ളാഹുവിൽ മുറിയലാണ്. വൽ-ഇഅറാദു അൻ സുഖ്രി ഫി ദുനിയാ വസീനതിഹാ, ദുനിയാവിൻ്റെ ഭംഗിയും ആഡംബരവുമൊക്കെ കൈയൊഴിക്കലാണ്. വസ്സുഹുദു ഫീമാ യുഖ്ബിലു അലൈഹിൽ ജുംഹൂറു, ബഹുഭൂരിപക്ഷം ആളുകളും മുന്നിടുന്ന വിഷയം എന്താണോ അത് വേണ്ടെന്ന് വെക്കലാണ്. മിൻ ലദ്ദത്തിൻ, ഭൗതിക സുഖങ്ങൾ, വമാലിൻ, സമ്പത്തുകൾ, വജാഹിൻ, സ്ഥാനങ്ങൾ, വല്ലിൻഫിറാദു അനിൽ ഖൽഖി, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടലാണ്. ഫിൽ ഖൽവത്തി ലിൽ ഇബാദത്തി, ആരും കാണാൻ വേണ്ടിയുള്ള പരിപാടിയല്ല, ഇബാദത്തിനു വേണ്ടി ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. വകാന ദാലിക ആമ്മൻ ഫി സ്വഹാബത്തി വസ്സലഫ്, അത് സ്വഹാബികളിലും സലഫുകളിലും ധാരാളമായി ഇങ്ങനെയുള്ള രീതി സ്വീകരിച്ചവർ ഉണ്ടായി. ഫലമ്മ ഫസൽ ഇഖ്ബാലു അല ദുനിയ ഫിൽ ഖർനി സാനി, രണ്ടാമത്തെ നൂറ്റാണ്ട് വന്നപ്പോൾ ആളുകൾ പലരും ദുനിയാവിലേക്ക് മുന്നിടുന്ന ഘട്ടമുണ്ടായപ്പോൾ, വമാ ബഅദഹു, അതിൻ്റെ ശേഷവും, വജനഹന്നാസു ഇലാ മുഖാലത്തത്തി ദുനിയ, ജനങ്ങൾ ദുനിയാവുമായി ഇടകലരുന്നതിൽ കൂടുതൽ താല്പര്യമുള്ളവരായപ്പോൾ, ഇഖ്തസ്സൽ മുഖ്ബിലൂന അലൽ ഇബാദത്തി, ഇബാദത്തുമായി തന്നെ ഇരിക്കാൻ ഒരുങ്ങിയ മഹാന്മാർക്ക് പ്രത്യേകമായി ലഭിച്ചു ബിസ്മി സൂഫിയ്യത്തി വൽ മുതസവ്വിഫ, അവർക്ക് സൂഫികൾ, മുതസവ്വിഫത്ത്, സൂഫി എന്ന പേര് കൊണ്ട് അവർ പ്രത്യേകമാക്കപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ഖൽബ് തിരിച്ച് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ജീവിതം നയിച്ച മഹാന്മാർക്ക് പറഞ്ഞു വന്ന പേരാണ് സൂഫികൾ എന്ന് പറയുന്നത്. ഇനി ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു തഈദുൽ ഹഖീഖത്തിൽ ഉൽയ എന്ന ഗ്രന്ഥത്തിൻ്റെ 45-ാമത്തെ പേജിൽ പറഞ്ഞത് കാണും. ഇത് ആലിമീങ്ങളുടെ ഒരു മജ്ലിസ് ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. ഇന്ന തസവ്വുഫ ഫീ നഫ്സിഹി ഇൽമുൻ ശരീഫുൻ, ഒരു മഹത്വമേറിയ അറിവാണ് തസവ്വുഫ്. അന്ന മദാറഹു അല ഇത്തിബാഇസ് സുന്ന, അതിൻ്റെ അടിത്തറ തന്നെ അല ഇത്തിബാഇസ് സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുക എന്നതിന്മേൽ എടുക്കപ്പെട്ടതാണ്. വതർക്കിൽ ബിദഅ, പുത്തനാശയങ്ങൾ കൈയൊഴിക്കുക. വതബരി മിനൻ നഫ്സ്, ശരീരത്തിൻ്റെ ഇച്ഛകളിൽ നിന്ന് മാറി നിൽക്കുക. വഅവാഇദിഹാ വഹുദൂദിഹാ വഅഖ്റാദിഹാ വമുറാദാതിഹാ വഖ്തിയാറാതിഹാ, ഇങ്ങനെ ശാരീരിക ചാപല്യവുമായി ബന്ധപ്പെടാതെ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് നബിതങ്ങളുടെ സുന്നത്ത് ചര്യ മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നീക്കമാണ്. വത്തസ്ലീമു ലില്ലാഹ്, പൂർണ്ണമായും അള്ളാഹുവിന് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കലാണ്. അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മാത്രം, വറിളാ ബിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മാത്രം ജീവിക്കലാണ്. വബിഖളാഇഹി, അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു, അതേപോലെ അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ടും തൃപ്തിപ്പെട്ടു. ഏത് ഞെരുക്കം വന്നാലും, ഏത് സമ്പത്ത് വന്നാലും, ഏത് മനോവിഷമം വന്നാലും, ഏത് ശത്രുത വന്നാലും, എന്ത് വന്നാലും, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ റബ്ബിൻ്റെ പൊരുത്തം കരുതി എല്ലാം ക്ഷമിച്ചു നീങ്ങുക, പൊരുത്തപ്പെടുക. വഹ്തിഖാറു മാ സിവാ, അല്ലാത്തതിനെ എല്ലാം ചെറുതായി കാണുക. കമാ ഖാലൽ ഗസ്സാലിയു, ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞതുപോലെ, അത്തസവ്വുഫു തജ്രീദുൽ ഖൽബി ലില്ലാഹി വഹ്തിഖാറു മാ സിവാ, ചുരുങ്ങിയ വാചകത്തിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നിർവചിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് ഖൽബ് തനിപ്പിക്കുക, വഹ്തിഖാറു മാ സിവാ, അല്ലാത്തതെല്ലാം ചെറുതായി കാണുക.
അതാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. തസവ്വുഫിൽ നമുക്ക് ഫിഖ്ഹിലും അഖീദയിലുമൊക്കെ ഇമാമിയങ്ങൾ ഉണ്ടല്ലോ. ആ ഇമാമിയങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും മുറുകെ പിടിച്ച് ജീവിച്ച സഹാബത്തിൻ്റെ ജീവിതത്തെ ഒപ്പിയെടുത്ത് അവർ പഠിപ്പിച്ചതും അവർ കാണിച്ചു തന്നതും ഒപ്പിയെടുത്ത് അറബി ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ളതോടുകൂടി ഓരോ വാചകത്തിൻ്റെയും ശരിയായ സാരം ഗ്രഹിച്ച് നമുക്ക് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ പിൻതലമുറക്ക് എത്തിച്ചു കൊടുത്ത 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ. ഇതേപോലെ ആ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ വിശ്വാസപരമായ വിഷയങ്ങൾ വിശ്വാസരാഹിത്യമുള്ളവരും വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നവരുമായ പുത്തനാശയക്കാർ അവർ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി ഖുർആനും ഹദീസിലും പഠിപ്പിച്ച വിഷയങ്ങളെ തിരിമറി നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജമ്മുൽ ജവാമി ഓതിയ മുതഅല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹക്കമത്തിൽ മുഅ്തസിലത്തുൽ അഖ്ല, അങ്ങനെ അഖ്ല് വെച്ചുകൊണ്ട് ദീനിൻ്റെ കാര്യം പറയാൻ ഒരുങ്ങി നഖ്ൽ അവിടെ മാറ്റിവെച്ചു. ആ വിഭാഗം വന്നപ്പോൾ അഖ്ല് കൊണ്ട് തന്നെ ശരിയായ വിശ്വാസം സമർത്ഥിക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ 2 ഇമാമിയങ്ങൾ, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി, ഇമാം അബൂ മൻസൂറിൻ അൽ മാതുരീദി, ഇങ്ങനെയുള്ള 2 മഹാന്മാരെ നമ്മൾ പിന്തുടരുന്നുണ്ട്, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പിന്തുടരുന്നുണ്ട്. ഇതേപോലെ നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ജൗഹറത്തു തൗഹീദ് ഇബ്രാഹിമുൽ ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങളുടെ ജൗഹറത്തു തൗഹീദിൽ മഹാനായ ഖുത്ബുസ് സമാന സയ്യിദ് അലവിൽ മംബുർമി തങ്ങൾ പറഞ്ഞില്ലേ, നഫായിസുദ് ദുറരി കിതാബുൽ അദ്കിയ ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയ. ആ ജൗഹറത്തു തൗഹീദിൽ പറഞ്ഞില്ലേ, വമാലികുൻ വസായിറുൽ ലൈമ്മ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. മാലിക് റളിയല്ലാഹു അൻഹുവും മറ്റുള്ള ഇമാമിയങ്ങളും 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ മറ്റുള്ളവരുമുണ്ടല്ലോ. ഇബ്രാഹിം ലഖാനി തങ്ങൾ മാലിക്കി മദ്ഹബുകാരനാണ്. മഹാനവറുകൾ ആ മാലിക്കി മദ്ഹബിലെ എൻ്റെ ഇമാമായ മാലിക് ഇമാമിൻ്റെ പേര് തുടക്കം തന്നെ പറയുക സ്വാഭാവികമാണ്. നമ്മൾ പറയുമ്പോൾ ഷാഫി ഇമാമിൻ്റെ പേര് നമ്മളും പറഞ്ഞു വരും. മാലിക്കുൻ വസായിറുൽ അയിമ്മ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. അതേപോലെ അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു, അതാണ് സയ്യിദു ത്വായിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഫിയാക്കളുടെ നേതാവായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ അവലംബിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള ആളുകൾ തസവ്വുഫിൻ്റെ കാര്യങ്ങളെ ആസ്പദമാക്കി മനസ്സിലാക്കി വരുന്നത്. അതുകൊണ്ടാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം പറയാൻ കാരണം. ഈ വിഷയം നമ്മൾക്കൊക്കെ പരിചയമുള്ള നിഹായത്തു സൈൻ അതിൻ്റെ 7ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ നമുക്ക് എല്ലാ വിഷയത്തിലും ഇമാമിങ്ങളുണ്ട്. ഫിഖ്ഹിലുണ്ട്, അഖീദയിലുണ്ട്, തസവ്വുഫിലുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിഖ്ഹ് നമ്മൾ കിതാബുൽ ഉമ്മ നോക്കിയിട്ടല്ല സാധാരണ നിലക്ക് മനസ്സിലാക്കാറുള്ളത്. അവിടുത്തെ ശേഷം വന്ന പണ്ഡിതന്മാരുടെ ചർച്ചകളും അവരുടെ തീരുമാനങ്ങളുമൊക്കെ നോക്കിയിട്ടാണ്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ പറയുക തഹ്ഫത്തുൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ് എന്നൊക്കെയാണ് പറയുക. കിതാബുൽ ഉമ്മ എന്ന് സാധാരണ നിലക്ക് പറയൂല. അതിനർത്ഥം അതൊക്കെ കിതാബുൽ ഉമ്മിനെതിരാണ് എന്നല്ല, മറിച്ച് കിതാബുൽ ഉമ്മിൽ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ വലിയ പണ്ഡിതന്മാരാകണം. അത് നമ്മളെ പോലത്തെവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതേപോലെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആശയം, ഈ ആശയമാണ് പിൽക്കാലത്ത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കം ഉള്ള വലിയ വലിയ സൂഫിയാക്കളായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള
എല്ലാ പണ്ഡിതന്മാരും വിവരിച്ചത് ആ നിലക്കുള്ള മഹാന്മാരുടെ ഉപദേശങ്ങളും തത്വങ്ങളുമൊക്കെ ആസ്പദമാക്കിയാണ്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ മുത്തഅല്ലിമീങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും ശരി, അങ്ങനെ തസൗഫ് എന്ന് പറയുന്നത് അതൊരു വലിയ ഇൽമാണ്. ആ തസൗഫ് ശരിയായ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർക്കാണ് സൂഫികൾ എന്ന് പറഞ്ഞു വരുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ ഫഇന്നി വഹഖില്ലാഹി ഇയ്യാക അൻസഹു. നീ നല്ല പണ്ഡിതനാകണം, വസൂഫിയൻ നീ സൂഫിയുമാകണം. നീ നല്ല പണ്ഡിതനാകണം, സൂഫിയുമാകണം. കുൻ ലൈസ വാഹിദൻ, നീ വെറും കേവലം സൂഫിയായി പോകരുത്. കേവലം സൂഫി അങ്ങനെയായി പോകരുത്. അതേപോലെ കേവലം ഫഖീഹ് അങ്ങനെയുമായി പോകരുത്. നമ്മൾ എറണാകുളത്ത് പോയിട്ട് നന്നായി സിവിൽ കേസുകളും മറ്റും കൈകാര്യം ചെയ്യുന്നൊരു വക്കീലിനെ പോയി കണ്ട് അദ്ദേഹത്തോട് സ്വത്തവകാശത്തിൻ്റെ മസല ചോദിച്ചാൽ അയാൾ ചിലപ്പോൾ നമ്മളെ പള്ളിയിലെ മുദ്രീസ് പറയുന്നതിനേക്കാളും നന്നായിട്ട് പറഞ്ഞു തന്നു വരും. ചിലപ്പോൾ വഖഫിൻ്റെ മസലയും പറഞ്ഞു തന്നു വരും. അതുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ വിവരമുണ്ട്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ വിവരം മാത്രമേ ഉള്ളൂ. അയാൾ അതൊന്നും അംഗീകരിക്കുന്നുമില്ല, അത് വെച്ചിട്ട് നീങ്ങുന്നുമില്ല. അങ്ങനത്തെ വിവരം കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ. ഇമാം ശാഫിഈ റളിയല്ലാഹു പറയാണ്, ഒരാൾക്ക് നല്ല സ്വഭാവമുണ്ട്, എല്ലാവരോടും ചിരിക്കും, അതേപോലെ തന്നെ ആരോടും വെറുപ്പൊന്നും പിടിക്കില്ല, നല്ല സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഗതികളുണ്ട്. സൂഫിയാക്കൾക്കുള്ള കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അയാൾക്ക് വിവരമില്ല, അതും പറ്റൂല. രണ്ടും വേണം. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അതാണ്. ഫഖീഹൻ വസൂഫിയൻ. ഷാഫി ഇമാം ദീവാനു ഷാഫി, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ദീവാനിൽ തന്നെ ഈ ബൈത്തുണ്ട്. ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ ഫഇന്നി വഹഖില്ലാഹി ഇയ്യാക അൻസഹു. ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്, ഖുതുബാണ് എന്നതിൽ ആർക്കും തർക്കം ഇല്ലല്ലോ. ഫദാലിക ഖാസിൻ ലം യദുഖ ഖൽബുഹു തുഖാ വഹാദാ ജഹൂലുൻ കൈഫ ദുൽ ജഹ്ലി യസ്ലുഹു. ആദ്യത്തെ ആള് കർമ്മശാസ്ത്രം വിവരമുണ്ടെന്ന് പറഞ്ഞില്ലേ, അയാൾ ഒപ്പിച്ചൊപ്പിച്ച് പല മസ്അലയും ചിലപ്പോൾ പറഞ്ഞു വരും. പക്ഷേ ലം യദുഖ ഖൽബുഹു തുഖാ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് തഖ്വയില്ല, ഭക്തിയില്ല, വെറും നിയമം പറയൽ മാത്രം. നിയമജ്ഞനാണ്, അദ്ദേഹത്തിന് തഖ്വയില്ല. അതാണ് ആദ്യം പറഞ്ഞ വ്യക്തി ഫഖീഹ്, വെറും ഫഖീഹ്, മുജറദുൽ ഫഖീഹ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ ആയാൽ പോരാ, തഖ്വ വേണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ടൈഗ്രീസ് നദിയിൽ ഇറങ്ങിയിട്ട് വളരെ വിഷമിച്ച് കുപ്പായത്തിൽ അല്ലെങ്കിൽ തുണിയിൽ ചളി തെറിച്ച് പോയപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി വല്ലാതെ അധ്വാനിക്കാൻ. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? നിങ്ങളല്ലേ ഫത്വ കൊടുക്കുന്നത്, നിങ്ങളല്ലേ മസല പറഞ്ഞത്. അതേ വസ്ത്രത്തിൽ ഒരു 1/3 അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറച്ചോ മേലെയോ നജസായാൽ അതിന് വിട്ടുവീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ഈ ചളി തെറിച്ചതിന് ഇങ്ങനെ ബുദ്ധിമുട്ടണോ? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അതേ ഹാദാ മിനത്ത് തഖ്വ ദാലിക മിനൽ ഫത്വ, അല്ലെങ്കിൽ ദാലിക മിനൽ ഫത്വ വഹാദാ മിനത്ത് തഖ്വ. അത് ഫത്വയാണ്, അത് മസല പറഞ്ഞാണ്, ഇത് തഖ്വയാണ്. അപ്പോൾ വെറും കർമ്മശാസ്ത്രം പറയലും അത് മനസ്സിലാക്കലും ആയാൽ പോരാ, തഖ്വ വേണം, ഭക്തി വേണം. ഭക്തി ഉണ്ടാകുമ്പോൾ സംശയമുള്ളതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും. അതാണല്ലോ അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുശബ്ബഹാത്തുൻ ഫമൻ ഇത്തഖ ശുബ്ഹാത്തി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞില്ലേ. അതേപോലെ ഒരാൾ തഖ്വയുള്ളവനാകണമെങ്കിൽ അവൻ സംശയമുള്ളത് ഒഴിവാക്കുന്നവനാകണം എന്ന് ഹദീസിൽ പഠിപ്പിച്ചില്ലേ.
അത് തന്നെയാണ് തഖ്വ എന്ന് പറയുന്നത്. വേറൊരു സംഗതിയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന ചെറുപ്പക്കാരനായ കുട്ടിയെ മുതഅല്ലിമായി കൊണ്ടുവന്ന് ചേർക്കുന്നു. പക്ഷേ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു ആൺകുട്ടിയാണ്. പഠിപ്പിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ മുഖത്ത് നോക്കാം എന്നാണ് ഫിഖ്ഹ്. പക്ഷേ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ മറയുടെ പിന്നിൽ ഇരുത്തിയിട്ട് ദർസ് നടത്തുന്നു. അങ്ങനെ ദർസ് നടത്തി കുറേ കാലം കഴിഞ്ഞ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരോ കുറച്ച് ചീർപ്പ് ഹദിയ കൊണ്ട് കൊടുത്തപ്പോൾ ആ ചീർപ്പ് മുതഅല്ലിമീങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുന്നു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തില്ല. മറ്റു കുട്ടികൾ പറഞ്ഞു മുഹമ്മദിന് കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞ് താടി മുളക്കാത്തവൻ എന്തിനാണ് ചീർപ്പ്? അപ്പം വേറെയുള്ള കുട്ടി അവന് താടി മുളച്ചിട്ട് കാലം എത്രയായി? പക്ഷേ അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഇതാണ് തഖ്വ. അതേസമയത്ത് താലീമിന് വേണ്ടി നോക്കാം എന്ന ഫിഖ്ഹ് അറിയാത്ത ആളല്ല ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, അതാണ് തഖ്വയാണ്. ഈ തസവൂഫ് കൊണ്ട് സൂഫിസം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ സൂഫിസം എന്ന് പറയുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. അതില്ലാതെ വെറും കർമ്മശാസ്ത്രം പഠിച്ചൊരു മൂല്യരായതുകൊണ്ട് കാര്യമാവൂല. അതാണ് ഷാഫി ഇമാം തങ്ങൾ ഫദാലിക ഖാസിൻ ലം യദുഖ് ഖൽബുഹു തുഖാ വഹാദാ ജഹൂലുൻ കൈഫദുൽ ജഹ്ലി യസ്ലുഹു. പിന്നെ ഇയാളെന്ന് പറഞ്ഞാൽ അയാൾ ആരോടും ദേഷ്യമൊന്നും പിടിക്കൂല, എല്ലാവരെയും കണ്ടാൽ പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ കുറേ നല്ല സ്വഭാവമൊക്കെ അയാൾക്കുണ്ട്. പക്ഷേ വിവരമില്ലാതിരിക്കും. പിന്നെ അയാൾ എങ്ങനെ നന്നാകുക? കാരണം ഇവിടെ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കണമെങ്കിൽ വിവരം വേണ്ടേ? വിവരമില്ലാതെ ഒരാളെങ്ങനെയാണ് നന്നാകുക? അപ്പോൾ ചിലപ്പോൾ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ അബദ്ധത്തിൽ പോയി ചാടും. ഉണ്ട് വിവരമില്ലാതെയും ഒരാൾക്ക് നന്നാൻ കഴിയൂലല്ലോ. അതാണ് ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞു ഹാദാ ജഹൂലുൻ, ഇയാൾ വിവരമില്ലാത്ത ആളാണ്. കൈഫദുൽ ജഹ്ലി യസ്ലുഹു, ഈ വിവരമില്ലാത്തവൻ എങ്ങനെയാണ് നന്നാകുക എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പം രണ്ട് കാര്യമാണ്. ഒന്ന്, വിവരം വേണം, അതോടുകൂടി ഭക്തിയും വേണം. അപ്പോൾ മാത്രമേ ഒരു ശരിയായ സൂഫിയാകാൻ കഴിയുള്ളൂ. ഇമാം ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ പറയാണ്, സൂഫി എന്ന് പറഞ്ഞാൽ മൻ സഫാ ബാത്തിനുഹു വലാഹിറുഹു, അവൻ്റെ ഉള്ളും പുറവും ക്ലിയറായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ക്ലിയറാകേണ്ടത്? ബിമുതാബഅതി കിതാബില്ലാഹി അസ്സ വജല്ല വസുന്നതി റസൂലിഹി, അല്ലാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്യണം. വസുന്നതി റസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും ഫോളോ ചെയ്യണം. അതുണ്ടാകുമ്പോൾ അതുകൊണ്ട് അവൻ്റെ ഉള്ളും പുറവും ക്ലിയറായവൻ, അതാണ് സൂഫി. ഇമാം ഗൗസുൽ ആലം തങ്ങൾ ഫതുഹുർ റബ്ബാനിയുടെ 207-ാമത്തെ പേജിൽ പറയാണ്. ഇനിയും ധാരാളം പണ്ഡിതന്മാർ സൂഫി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇമാം ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു സൂഫിയാക്കളിൽ ഒരു വലിയ പ്രമുഖനാണ്. അവിടുന്ന് അസ്സൂഫിയു മൻ സഫാ ഖൽബുഹു ലില്ലാഹ്. വേറെ ചിലർ പറഞ്ഞു അസ്സൂഫിയു മൻ സഫത്ത് ലില്ലാഹി മുആമലതുഹു ഫസഫത്ത് ലഹു മിനല്ലാഹി അസ്സ വജല്ല കറാമതുഹു. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ വലിയാണ്. ഇബ്നു തൈമിയ്യ അടക്കം വളരെ മഹത്വം പറഞ്ഞ മഹാനാണ് സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് ചോദിച്ചു, മനി സൂഫി, ആരാണ് സൂഫി? മഹാനവറുകൾ മൻ സഫാ മിനൽ ഖദർ വംതലഅ മിനൽ ഫിക്ർ, എല്ലാ കലർക്കത്തിൽ നിന്നും തെളിഞ്ഞ ആള്. അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, അഹങ്കാരമില്ല, വെറുപ്പില്ല, അങ്ങനത്തെ യാതൊന്നും മനസ്സിലില്ല. നാവ് കൊണ്ടാണെങ്കിലോ ഗീബത്തില്ല, നമീമത്തില്ല, ഫസാദില്ല, ഫിത്നയില്ല, കളവില്ല, തെറിവിളിയില്ല, ചീത്ത പറയലില്ല, കുറ്റം പറയലില്ല, അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ കലർക്കത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതേ ഖൽബും ശുദ്ധിയാണ്, നാവും ശുദ്ധിയാണ്. കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നില്ല, കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നില്ല, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കുന്നില്ല, കൈകൊണ്ട് ഹറാമ് പിടിക്കുന്നില്ല. എല്ലാ കലർക്കത്തിൽ നിന്നും തെളിഞ്ഞു നിൽക്കുന്ന ആള്. വംതല മിനൽ ഫിക്ർ, അദ്ദേഹത്തിന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാൻ എന്താണ് വഴി?
അതേപോലെ തന്നെ എങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തും, അതാണ് ചിന്ത. അങ്ങനെ ചിന്തയാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആ നിഅമത്ത് അനുഭവിക്കുന്ന ഞാൻ എങ്ങനെ ശുക്ർ ചെയ്യണം എന്നത് ചിന്തിക്കുകയാണ്. എങ്ങനെ കടപ്പാട് വീട്ടണം എന്ന് ചിന്തിക്കുകയാണ്. എൻ്റെ ശരീരം രക്ഷപ്പെടണം, എൻ്റെ ഭാര്യ സന്താനങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ നാട്ടുകാർ രക്ഷപ്പെടണം, എൻ്റെ അനുയായികൾ രക്ഷപ്പെടണം, എൻ്റെ ശിഷ്യന്മാർ രക്ഷപ്പെടണം, ഹബീബ് നബി തങ്ങളുടെ ഉമ്മത്തുകളെല്ലാവരും രക്ഷപ്പെടണം, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം. അതിനെന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും? ചിന്തയാണ്. അങ്ങനെ വലിയ ചിന്തയിൽ നിൽക്കുന്ന ആളാണ്. പോരാ, മഹാനവറുകൾ പിന്നെയും പറയാൻ, ചിന്തയാൽ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെയോ മനുഷ്യർ എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു, ഒരൽപ്പവും മനസ്സുകൊണ്ട് പൊങ്ങൂല. എല്ലാവരും കുറ്റം പറഞ്ഞു. ഒരു ചെറിയ രോമത്തിൻ്റെ ഒരനക്കം പോലും മനസ്സിന് വിഷമുണ്ടാവില്ല. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്തില്ലാണ്, സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലിഹി വസഹാബി ബദരിൻ സുമ്മ കുല്ലി സഹാബതി ഇരുന്നോളി ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. എല്ലാവരും പുകഴ്ത്തി പറയുന്നു. ഇന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോൾ കുറേ ആൾ പുകഴ്ത്തുന്നത് കേൾക്കുന്നു, വേറൊരു ദിവസം നോക്കുമ്പോൾ കുറേ കുറ്റം പറയുന്നത് കേൾക്കുന്നു. ഒരു വിഷമം ഉണ്ടാവില്ല മനസ്സിന്. സൂഫിയാണെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ല. മനുഷ്യരെ എങ്ങനെ കാണും? അതല്ലേ പറഞ്ഞത്, ഈമാനു മറിൻ ലായകൂനു തകമല ഹത്താ യറാനാ സംബി ഇബിലിം മുസ്സിലാ. ഒട്ടകം കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഒട്ടകം കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ന് പേപ്പറിൽ ഫോട്ടോ ഉണ്ട്. അത് ഒട്ടകം കണ്ടാൽ ആർക്കും എന്തോ സന്തോഷം ഉണ്ടാവും. ഫോട്ടോ കണ്ടിട്ട് അല്ല. ഒട്ടകം അതാ ഞാൻ നിസ്കരിക്കുന്നത് കാണുന്നു, കണ്ടാൽ എന്താ, ഇവിടെ കണ്ടില്ലേ എന്താ? അതുപോലെ മനുഷ്യന്മാരെ സംബന്ധിച്ച് മനുഷ്യന്മാരെന്താക്കിയാലും എന്താ, ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നല്ലേ ഉള്ളൂ, അവൻ അള്ളാഹു അല്ലേ. ആ അള്ളാഹു ഇല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും വേറുണ്ടോ? പിന്നെ ഇവിടെ സൃഷ്ടികൾ എന്തിനു പരിഗണിക്കണം? പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ട എന്നല്ല. അതേപോലെ തന്നെ നിസ്സാരപ്പെടുത്തേണ്ടവർക്ക് നിസ്സാരത കാണണ്ട എന്നല്ല. മറിച്ച് ആളുകളുടെ അഭിപ്രായം പറച്ചൽ, ആളുകളുടെ കുറ്റം പറച്ചൽ, അതിനൊരു വിലയും വെക്കൂല. അതല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു കണ്ടില്ലേ നിങ്ങൾ? ഖാലൂ സകത്ത വഖദുഹു സിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബിശ്ശർരി മിഫ്താഹു. പലരും പറയുന്നത് നിങ്ങൾക്കെതിരെ എത്ര പ്രസംഗം നടന്നു, നിങ്ങളെന്തേ മറുപടി അറിയാത്തത്? ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മറുപടി, അതിനൊക്കെ മറുപടി അറിയാന്നല്ല വിഡ്ഢിത്തല്ലേ അത്. അതിനൊക്കെ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അത് നാശത്തിൻ്റെ താക്കോലല്ലേ, അതിൻ്റെ വാതിലിൻ്റെ താക്കോലല്ലേ. ആളുകൾ എന്താ വിചാരിക്കുക? ആൾ വിചാരിച്ചിങ്ങനെ ഈ വിവരമുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കിടക്കുകയാണ് എന്ന് നോക്കുമ്പോൾ ആൾക്കാർ ഈമാൻ കേടുവരില്ലേ? ഇന്നൽ ജവാബ ലിബാബിശ്ശർരി മിഫ്താഹു വസുംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു വഫീഹി അയ്ളൻ ലിസൗനിൽ ഇർളി ഇസ്ലാഹു. അതേ, വിവരമില്ലാത്തവൻ, അതുപോലെ വിഡ്ഢിയായവൻ, ബുദ്ധിയില്ലാത്തവൻ, അവനിങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കുക എന്നതൊരു മഹത്വമാണ്. നീ കാണുന്നില്ലടോ, സിംഹം എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. ആ ജീവി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. അതേസമയത്ത് വേറൊരു ജീവിയുണ്ട്, അത് ഡേഷാണ്. ആ ജീവി കുരച്ചുകൊണ്ടേയിരിക്കും, കുരക്കലെന്നെ കുരക്കല, പക്ഷേ അതിനോട് പകരം കുരക്കൊന്നുമില്ല. അതിങ്ങനെ കുരച്ചോണ്ടിരിക്കും. പക്ഷെ ആളുകളുടെ ഇടയിൽ ഒരു വിലയുണ്ടാവില്ല ആ ജീവിക്ക്. ഞാൻ ഏത് മാർഗ്ഗം സ്വീകരിക്കേണ്ടത് എന്നാണ് ഷാഫി ഇമാം തങ്ങൾ ചോദിക്കുന്നത്. അതാണ് സൂഫി. ഇമാം ഷാഫി റളിയല്ലാഹു സൂഫിയാക്കളുടെ നേതാവാണ്. അപ്പം അവർക്ക് ആളുകൾ പുകഴ്ത്തുന്നോ ആളുകൾ കേൾത്തുന്നോ അതൊന്നൊരു വിഷയമല്ല. അതാണ് ശരിക്കും
മനുഷ്യരെ വിട്ട് അള്ളാഹുവിലേക്ക് മുറിഞ്ഞു നിൽക്കുന്നവർ. അവർക്ക് സ്വർണവും അതേ സമയത്ത് മണ്ണിന്റെ കട്ടയും ഒക്കെ തുല്യാണ്. സ്വർണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബല്ലാമൂന് ബഅൂറാവ് പോയതുപോലെ മൂസാ നബിക്കെതിരെ എതിർക്കാനൊന്നും പോവില്ല. സ്വർണം കിട്ടും. അവിടേക്ക് പിന്നെ മൂസാ നബിനെ മറന്നു, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെയായി. ബല്ലാമൂന് ബഅൂറാണ്. അങ്ങനത്തെ പോകുന്ന ആളാവില്ല. വൽ മദർ, ഇവിടെ മണ്ണും കട്ടയും പൊന്നും കട്ടയും ഒക്കെ അവർക്ക് കണക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രാജാവിന് രോഗമായിട്ട് എന്ത് ചികിത്സിച്ചിട്ട് മാറാതെയായപ്പോ അവസാനം മഹാനവറുകളെ വിളിപ്പിച്ചത് ആയിരുന്നപ്പോൾ രോഗം മാറി. രാജാവ് ചോദിച്ചു, എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പോകുമ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഒരുപാട് കടയില്ലേ, നമുക്ക് കടം വീട്ടി കൂടായിരുന്നു, നിങ്ങളതിനാ വേണ്ടാന്ന് വെച്ചത്. അപ്പോഴാണ് ശിഷ്യനോട്, ഓ അങ്ങനെയാ എൻ്റെ മനസ്സ്, ഓക്കെ. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് സ്വർണം വേണോ? എന്നാൽ രാജാവിൻ്റെ ഒന്നും വേണ്ട, ഞാനിപ്പോൾ പറഞ്ഞാൽ ഫുള്ള് സ്വർണ്ണമായിട്ട് വരും. കാണിച്ചു കൊടുത്തു. അതൊരു വിഷയമല്ല, അവർക്കതൊന്നും ഒരു വിലയുള്ള വിഷയമല്ല. അതാണ് മദറും ദഹബും അവർക്കിടയിൽ ഒരുപോലെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂൽ. റസൂലുള്ളാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. لا حول ولا قوة إلا بالله العلي لا بالله العلي. لا حول ولا قوة إلا بالله. الله أكبر، الله أكبر. لا إله إلا الله. اللهم صل على محمد وسلم. اللهم رب هذه الدعوة التامة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وارزقنا شفاعته. لا إله إلا الله. اللهم صل على محمد وسلم. والصلاة القائمة محمد الوسيلة والفضل والدرجة الرفيعة والمقام. വിശദമായി പറയാൻ വലിയ സമയം വേണമല്ലോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൽ-തഅറുഫു ലിമദ്ഹബി അഹ്ലി തസവ്വുഫ് എന്ന അബൂബക്കർ മുഹമ്മദുൽ കലാബാസി ഹിജ്റ 380 വഫാത്തായ ഒരു വലിയ മഹാനാണ്. മഹാനവറുകളുടെ ആ കിതാബിൽ നമുക്ക് കാണാം.
ഇനിയും ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിൻ്റെ വിശദീകരണവും ഒക്കെ അതിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ ആദ്യകാലത്തുള്ള ഒരുപാട് സൂഫിയാക്കളുടെ പേരുകൾ മഹാനവറുകൾ അതിൽ എണ്ണി പറയുന്നുണ്ട്. അതിലാദ്യം തന്നെ വമിമ്മൻ നതഖ ബിഉലൂമിഹിം വഅബ്ബറ അൻ മവാജീദിഹിം വനസ്രി മഖാമാതിഹിം വവസ്ഫി അഹ്വാലിഹിം ഖൗലൻ വഫിഅലൻ ബഅദ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. സഹാബത്തിന് ശേഷം ഈ തസൗഫിൻ്റെ രംഗത്ത് മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകൾ അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, وابنه محمد بن علي الباقر وابنه جعفر بن محمد الصادق رضي الله عنهم بعد علي والحسن والحسين رضي الله عنهم وويس القرني وهرم بن حيان والحسن بن أبي الحسن البصري وأبو حازم سلمة بن دينار المديني ومالك بن دينار عبد الواحد بن زيد عتبة الغلام إبراهيم بن أدهم فضيل بن عيال ومنه علي بن الفضيل داود الطائي سفيان بن سعيد الثوري سفيان بن سعيد الثوري وأبو سليمان الداراني وابنه سليمان وأحمد بن الحواري الدمشقي أبو الفيل الذنون بن إبراهيم المصري وأخوه ذو الكفل وسري بن المغلس السقطي وبشر بن الحارث الحافي معروف القرخي أبو حذيفة المرعشي محمد المبارك السوري ويوسف بن أصباط. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സ്ഥലത്തുമുള്ള ഒരുപാട് ആളുകളെ മഹാനവറുകൾ അതിൽ എണ്ണിപ്പറയുന്നുണ്ട്. ഖുറാസാൻ ഭാഗത്തുണ്ടായിരുന്ന ആളാണ് അബൂ യസീദുൽ ബിസ്താമി, അബൂ ഹഫ്സുൽ ഹദ്ദാദ് നൈസാബൂരി. അങ്ങനെ ആദ്യകാലത്തുള്ള അഹ്മദ് ബിൻ ഖറവൈഹിൽ ബൽഖി വസഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി യൂസുഫ് ബിൻ ഹുസൈൻ റാസി അബൂബക്കർ ബിൻ താഹിർ അൽ-ഹരി അലി ബിൻ സഹൽ ബിൻ അസ്ഹർ അൽ-അസ്ഫഹാനി. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹാന്മാരെ ബഹുമാനപ്പെട്ടവർ സൂഫിയാക്കളെ നേതാക്കളായി ആദ്യകാലങ്ങളിൽ കഴിഞ്ഞുപോയവരെ എണ്ണിപ്പറയുന്നുണ്ട്. സൂഫിസം എന്ന പേരിൽ ഇപ്പം ചിലർ മുസ്ലിമാണോന്നില്ല സൂഫിയാകാൻ എന്നുവരെ പറയുന്ന സ്ഥാനത്തേക്ക് എത്തി. അല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൗലവിമാരെ സമ്മേളനം ആണ് എന്ന് പറയാൻ എൻ്റെ കുറേ ആട്ടുങ്ങളെ കൊണ്ടുവരിക, താടിയുണ്ടല്ലോ, എന്നിട്ട് മൗലവി സമ്മേളനം എന്ന് പേര് വെക്കുക. അതുമാതിരി സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോഴേക്ക് അതാണെന്ന് വിചാരിക്കുക. എത്ര വലിയ അബദ്ധമാണത്. ഇമാമിങ്ങൾ വിവരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇമാം സറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയാണ്, ഫലാ തസവ്വുഫ ഇല്ലാ ബിഫിഖ്ഹിൻ ഇദ് ലാ തുറഫു അഹ്കാമുല്ലാഹി ളാഹിറ ഇല്ലാ മിൻഹു വലാ ഫിഖ്ഹ ഇല്ലാ ബിതസവ്വുഫിൻ ഇദ് ലാ അമല ഇല്ലാ ബിസിദ്ഖിൻ വതവജ്ജുഹിൻ വലാ ഹുമാ ഇല്ലാ ബിഈമാനിൻ. തസവ്വുഫ് ഉണ്ടാകണോ, ഫിഖ്ഹ് ഉണ്ടാകണോ, അതിനാദ്യം ഈമാൻ ഉണ്ടാകണം. ഈമാനില്ലാതെ തസവ്വുഫും ഫിഖ്ഹും ഉണ്ടാവില്ല. ഇദ് ലാ യസിഹു വാഹിദുൻ മിൻഹുമാ ബിദൂനിഹി. ഈമാനില്ലാതെ എന്താണ് ഈമാൻ എന്ന് വിശദീകരിക്കേണ്ടതുണ്ടോ? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ. എല്ലാവർക്കും അറിയില്ലേ ഈമാൻ എന്താണ്? അപ്പൊ ഈമാനില്ലാതെ തസവ്വുഫില്ല, സൂഫിസം ഇല്ല. അതേപോലെ ഈമാനില്ലാതെ ഫിഖ്ഹില്ല, ഫഖീഹില്ല, പണ്ഡിതനില്ല. ആദ്യം ഈമാൻ വേണം. അപ്പൊ ഈമാനില്ലാതെ ഇസ്ലാമില്ലാതെ ഒരു സൂഫി, അങ്ങനെ ഒരു സൂഫി ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെയോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്ദഖ വമൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. നേരത്തെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ ആശയം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. ഇമാം സറൂഖ് റളിയല്ലാഹു അൻഹു വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും തസവ്വുഫ് എന്ന് പറയുന്ന സംഗതി അതിനൊരു 5 അടിസ്ഥാനങ്ങൾ. ഒന്നെന്താണ്? മഹാനായ ഇമാം അമീനുൽ ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി തൻവീറുൽ ഖുലൂബിൽ പറയുന്നു, ഉസൂലുത് തസവ്വുഫി 5. 5 കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനം. ഒന്നാമത് തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അതെങ്ങനെ സംഭവിക്കുക? തതഹഖഖു ബിൽ വറഇ വൽ ഇസ്തിഖാമ, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് തന്നെ നേർക്കുനേരെ ജീവിതം നയിക്കുക. സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ നന്നായി വറയോടുകൂടി ദുഷ്കത്തോടുകൂടി മുന്നോട്ട് പോവുക. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫിഖ്ഹിൽ നമ്മൾ പഠിക്കും, എന്ത് നമ്മൾ ഒതുവെടുത്തത് ഓർമ്മയുണ്ട്, മുറിഞ്ഞത് ഓർമ്മയില്ല. ഒതുവെടുത്തത് ഓർമ്മയുണ്ട്, മുറിഞ്ഞത് ഓർമ്മയില്ല. എന്നാൽ നമുക്ക് ഒതുവുണ്ട്, നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ഫിഖ്ഹ്. അങ്ങനെയാണ്. എന്നാലും ഒതുവെടുത്തിട്ട് നിസ്കരിക്കുക,
അതാണ് ഫിഖ് അനുസരിച്ച് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഏത് രംഗത്തൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് ഞാൻ. ഏത് സംഗതിയിലും വറഅോട് കൂടെ ജീവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പിന്തുടരുക. ഫിൽ അഖ്വാൽ, സംസാരത്തിൽ ശരിക്ക് സുന്നത്തിനെ പിന്തുടരണം. നബി സല്ലല്ലാഹു നിങ്ങൾ ഗീബത്ത് പറയാറില്ല. ഗീബത്ത് പറയുന്നതിനെ കണിശമായി വിരോധിച്ച മതമാണ് ഇസ്ലാം. പോരാ, ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ തന്നെ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഈസുൽ ഉലമ കയറി വന്നു. റഈസുൽ ഉലമ കയറി വന്നപ്പോൾ ഞാൻ റഈസുൽ ഉലമ വരുന്നുണ്ട് എന്നെ തക്ബീർ ചൊല്ലിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി, എനിക്കും റാഹത്തായി. അതേസമയത്ത് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്ന് നേരെ വീണ്ടും ഞാൻ തക്ബീർ ചൊല്ലാലോ, നിങ്ങൾ തക്ബീർ കേൾക്കാനാണ് ആൾ വന്നത്, നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? സമയത്തിന് വിലയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തത് കാണാത്ത ഒരാള് അയാൾ സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിൻ്റെ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത് കയറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലെങ്കിൽ നല്ല ചിന്ത വേണം, അല്ലെങ്കിൽ നല്ല ഖൽബ് വേണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. സൂഫി തന്നെ മൂലയിൽ എന്നാ സൂഫിയാവൂല. അതിനെന്ത് വേണം? ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, തെറ്റിദ്ധാരണ അത് വലിയ തെറ്റാണ്. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, നല്ലതേ ധരിക്കാവൂ. ദുന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ, മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കും. നിങ്ങൾക്കറിയില്ലേ ഫത്ഹുൽ മുഈൻ ഫിഖ് എങ്ങനെയാണ് നല്ലതേ വിചാരിക്കണമെന്നല്ലേ? ഒരു പൂച്ച അത് എലിയിൽ പിടിക്കുന്നത് കണ്ട് അതേ അതിൻ്റെ മീശയുമേലും താടിയുമേലും ഒക്കെ എന്തായി, സുബ്ഹാനല്ലാഹ്, നജസായി. അത് നമ്മളിന്ന് വിട്ട് പുറത്തു പോയിട്ട് കുറേ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്നു. പോയ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്. ഇനി ആ പൂച്ച വന്നാൽ ഫിഖ് അനുസരിച്ച് തന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ മുഖം കുത്തിയാൽ ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് പോയ സമയത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒതുവെല്ലാം എടുത്ത് വന്നതായിരിക്കും എന്ന് വിചാരിക്കുക. പൂച്ചനെ പറ്റും നല്ല വിചാരിക്കുക. നായനെ പറ്റി വരെ അല്ല വിചാരിക്കണമെന്നല്ലേ ഫത്ഹുൽ മുഈനില്ലേ? നമ്മളൊക്കെ എന്താണ് നായനെ പറ്റി അല്ല വിചാരിക്കല്? നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് നായ എങ്ങനെ തലപൊക്കുന്നു. ആ നായ എങ്ങനെ തലപൊക്കുന്നുണ്ട്, പക്ഷേ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല. നായ ബക്കറ്റിൽ നിന്ന് തല ഇങ്ങനെ പൊക്കുന്നത് കണ്ടു. എന്നാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഫത്ഹുൽ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ആ നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നായനെ പറ്റി അല്ലേ വിചാരിച്ചൂടെ? അപ്പൊ ചിലർക്ക് ചിന്തയാണ്, പിന്നെ എന്തിനാ അങ്ങനെ തല പൊക്കിയത് എന്ന്. നിങ്ങളിൽ എത്ര കിണറ്റിൽ ഇങ്ങനെ നോക്കലുണ്ട്, എത്ര ലിറ്റർ വെള്ളമുണ്ട് നോക്കിയതായിരിക്കും നായനെ പറ്റി അങ്ങനെ നല്ല വിചാരിച്ചൂടെ? അപ്പൊ നല്ലത് വിചാരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സൂഫിയാകല്, എങ്ങനെ തസൗഫാകല്, എങ്ങനെ ഫിഖ്ഹാകല്? ഒന്നും ഉണ്ടാവില്ല, ദീനൻ ഉണ്ടാവില്ല. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ചുഴന്ന് അന്വേഷിക്കാനും പാടില്ല. എവിടെയാ അയാൾ പോയത്? പൊരുത്തനിങ്ങനെ പോകുമ്പോൾ അവനെ പറ്റി ഇങ്ങനെ ഇതായിരിക്കും. 2 കുപ്പിയുണ്ട് അയാളുടെ അടുത്ത്. ദശമൂലാരിഷ്ടാണെന്ന് വിചാരിക്കണോ? പിന്നെ കള്ളു കുപ്പിയാന്ന് വിചാരിച്ചിട്ട് അത് പരിശോധിക്കാൻ പോകണോ? അങ്ങനെ പരിശോധിക്കാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ പരിശോധിക്കൽ ഹറാമല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെ വലാ തജസ്സസൂ, അങ്ങനെയുള്ള ചിലര് സുബ്ഹാനല്ലാഹ് എവിടെ ഉണ്ട് ഒരു അക്ഷരം തെറ്റിപ്പോന്ന്, എവിടെ ഉണ്ട് ഒരു ഹർക്കത്ത് മാറിപ്പോന്ന് എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന എന്തു സൂഫി കടുത്ത തൂപ്പിയായി പോകും. അങ്ങനെ ആയി പോകാൻ പാടില്ല. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ തെളിഞ്ഞ മനസ്സുള്ളവരാണ്. സൂഫിയാക്കൾ ശരിക്ക് ഖുർആനും ഹദീസും അനുസരിച്ചുള്ള ജീവിതം. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. അതേപോലെ വല്ലഫ്ആൽ, പ്രവർത്തനങ്ങളിൽ ഇത്തിബാഉ സുന്ന, നബി തങ്ങളുടെ ചര്യ, ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വയതഹഖഖു, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുക? ബിൽ ഹിഫ്ളി, നാവ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം, മനസ്സ് സൂക്ഷിക്കണം. അതേ ഉറപ്പാണല്ലോ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധം വേണം. പിന്നെയോ വഹസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം വേണം. നല്ല സ്വഭാവമുള്ളവൻ അതേ അവൻ ചീത്ത വിളിക്കില്ല, അവൻ കളവ് പറയില്ല, അവൻ ആരെയും ചതിക്കൂല, ആരോടും വാക്ക് ലംഘിക്കൂല. നല്ല സ്വഭാവമുള്ളവൻ ആദരിക്കേണ്ടവരെ നിസ്സാരപ്പെടുത്തൂല, ഒരാളെയും കുറ്റം പറയൂല. നല്ല സ്വഭാവമുള്ളവന് ആവശ്യമായ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം ഒത്തിണങ്ങണം.
പോരാ. വൽഇറാദു അനിൽ ഖൽഖി ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാർ. ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോയാലും അതൊരു വിഷയമേ അല്ലെന്ന് വരണം. വയതഹഖഖു ബിസ്സബ്രി വത്തവക്കുൽ. പൂർണ്ണമായി അല്ലാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് നീങ്ങുമ്പോഴും ക്ഷമിക്കുമ്പോഴുമാണ് അതുണ്ടാകുന്നത്. പൂർണ്ണമായി ക്ഷമിക്കണം. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും, അത് എന്ത് രോഗം വന്നാലും എന്ത് നഷ്ടം വന്നാലും എന്ത് സംഭവിച്ചാലും ക്ഷമ വേണം. അതിൻ്റെ പുറമെ തഹജ്ജുദിന് എഴുന്നേൽക്കാനുള്ള ക്ഷമ വേണം, സുന്നത്ത് നിസ്കരിക്കാനുള്ള ക്ഷമ വേണം, ഉറക്കമൊഴിച്ച് കിതാബ് നോക്കാനുള്ള ക്ഷമ വേണം. അങ്ങനെ ക്ഷമ, മുഴുവൻ വിഷയത്തിലും ക്ഷമ വേണം. വത്തവക്കുൽ, തവക്കുലുമുണ്ടാകണം. അല്ലാഹു തആല കുറച്ച് തന്നാലും കൂടുതൽ തന്നാലും ഒക്കെ അല്ലാഹുവിൽ സംതൃപ്തി വേണം. വയതഹഖഖു ബിൽ ഖനാഅത്തി വത്തഫ്വീൽ. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുകയും അല്ലാഹുവിൽ മുഴുവനും ഏൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പറഞ്ഞ റിളാ അനില്ലാഹി ഉണ്ടാകുന്നത്. വർജൂഇ ഇലല്ലാഹി ഫിസ്സറാഇ വല്ലറാ. ഏത് സന്തോഷമുള്ള സമയത്തും ഏത് പ്രയാസമുള്ള സമയത്തും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. വയതഹഖഖു ബിശ്ശുക്രി ഫിസ്സറാഇ വൽഇൽതിജാഇ ഇലൈഹി ഫില്ലറാ. അതെങ്ങനെ? സന്തോഷമുള്ള സമയത്ത് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ മിനക്കെടുക, ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതല്ലേ സുബ്ഹാനല്ലാഹ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ ونقص من الأموال والأنفس والثمرات فبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة. അവർക്കാണ് കറാമത്ത്, അവർക്കാണ് റബ്ബിന്റെ കാരുണ്യം. നല്ല ക്ഷമ വേണം, എവിടെയും ക്ഷമ വേണം. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാകണമെന്ന് തൻവീറുൽ ഖുലൂബിൽ 366-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. ഇതൊക്കെ ഒത്തിണങ്ങിയ മുത്തഖിയായ മനുഷ്യൻ, അതാണ് ശരിയായ സൂഫി എന്ന് പറയുന്നത്. അതൊന്നുമില്ലാതെ ഒരു സാധനത്തിന് പേര് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ പേര് വെച്ചതുകൊണ്ട് ഒരു സാധനം അതാവില്ല. അതും ഇമാമിയങ്ങൾ വളരെ വിശദമായി രേഖപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ സൂഫിയായിരിക്കും, പക്ഷേ നമ്മൾ കാണുന്നിടത്തൊന്നും അവരുണ്ടാവില്ല. അവർ ചിലപ്പോൾ അങ്ങാടിയിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അള്ളാൻ്റെ അടുക്കൽ അദ്ദേഹം നല്ല സൂഫിയായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ചിലരുടെ ധാരണ എന്താണ്? ചിലരുടെ ധാരണ ഒരു കളറുള്ള ഒരു തൊപ്പി, എന്നിട്ട് അതിനൊരു വെള്ളത്തലക്കെട്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പുതപ്പ് അതെടുത്ത് അങ്ങനെ ചുമലിലുണ്ട്. എന്നാൽ സൂഫിയായി എന്നാണ് ചില ധാരണ. സൂഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. എന്തല്ലോ വേഷം ധരിച്ചത് കൊണ്ടൊന്നും ഒരാളും സൂഫിയാവില്ല. സൂഫിയാണെങ്കിൽ ഈ ഇമാമിങ്ങൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ വേണം. വെറുപ്പിടിക്കാണ് ആരോട്? ബഹുമാനിക്കാത്ത ആളോട് സൂഫിയാവില്ല. ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പിടിച്ചാൽ അയാൾ സൂഫിയാവില്ല. സൂഫിയാകണമെങ്കിൽ അതിനർത്ഥം, സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ ഒരു തലക്കെട്ട് കെട്ടിയാൽ നമ്മൾ നിസ്സാരപ്പെടുത്താൻ പറ്റുമോ? അതില്ല. നമ്മൾ സൂഫിയാവില്ല അന്നേരം. നമ്മൾ അങ്ങനെ തലക്കെട്ട് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നമ്മൾ നോക്കേണ്ട അയാളുടെ വിശ്വാസം എന്താണ്, അയാളുടെ കർമ്മം എന്താണ്, അയാളെ കൊണ്ട് ദീനിന് ഉപകാരമാണോ ഉപദ്രവമാണോ എന്നേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളെ വേഷം കെട്ടിട്ട് അതിൻ്റെ പേരിൽ അയാളെ മോശമെന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാ വിഷയത്തിലും വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുമ്പോഴേ തസൗഫിൻ്റെ വഴിയിൽ ആവുകയുള്ളൂ. ഒരാൾ വെറുപ്പിടിയാണ്, ബഹുമാനിക്കാത്ത ആളെ വെറുപ്പിടിയാണ്, ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പിടിയാണ്, അയാൾ ഒരിക്കലും സൂഫിയാവില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. ഇഹ്ദർ മിൻ ദഅവാക തരീഖൽ ഫഖർ. ഈ സൂഫിയാക്കൾ അവർക്ക് പറയുന്ന ഒരു പേരാണ് ഫഖീർ എന്നുള്ളത്. ചിലര് ഫഖീർ എന്ന പേര് പറഞ്ഞാൽ വളരെ താഴ്മയാവുമെന്ന് വിചാരിച്ച് ചിലപ്പം പറയലുണ്ട്. പറയുമ്പോൾ സൂക്ഷിക്കണം, ഞാനൊരു വലിയ മഹാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക, തസൗഫിൻ്റെ ഇസ്തിലാഹ് അനുസരിച്ച്. അതുകൊണ്ട് അത്തരത്തിലുള്ളത് പറയാതിരിക്കലാതല്ലേ. ഇവിടെ മിസ്കീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഫഖീർ എന്ന് പറയാതിരിക്കലാതല്ലേ. മിസ്കീൻ തന്നെ ഒരു സാധുവാണ് എന്നാണ്. ഫഖീർ എന്നത് സൂഫിയാക്കൾ സാധാരണയായി വലിയ ദുന്യാവിനോടൊരു താല്പര്യമില്ലാത്ത മഹാന്മാർക്ക് പ്രയോഗിക്കുന്നൊരു വാചകമാണ്. വഅൻത തജിദു ഫീ നഫ്സിക ഖറാഹിയത്തൻ ലിമൻ ലാ യുഅദ്ദിമുക. നിന്റെ മനസ്സിൽ നിന്നെ ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പാണ്.
വലാ യുനാദിക ബി അൽഫാദി സിയാദത്തി വൽ മശീഖത്തി വസ്സലാഹി. നിന്നെ ശൈഖ് എന്ന് വിളിക്കുന്നില്ല, സയ്യിദ് എന്ന് വിളിക്കുന്നില്ല, നിന്നെ സാലിഹ് എന്ന് വിളിക്കുന്നില്ല. അതൊന്നും വിളിക്കാത്ത ആളോട് നിനക്ക് വെറുപ്പാണ്. വൽ വൽ ഇസ്ലാമി, ഇസ്ലാം എന്ന് തന്നെ വലിയ വിഷയമുള്ള സംഗതിയാ. ഫൈനൽ മുസ്ലിം അൽ കാമില ഫി ഹാദ സമാനി അഅസ് മിനൽ കിബ്രീത്തിൽ അഹ്മർ. ഒരു പരിപൂർണ മുസ്ലിമിനെ തന്നെ ഇപ്പം കിട്ടാൻ വലിയ പണിയാണ്. കാരണം അത്രയും മനുഷ്യന്മാരെന്തായിട്ടുണ്ട് ഇസ്ലാമെന്ന് അകന്നു പോയിട്ടുണ്ട്. വലാ യകൂനുൽ മുസ്ലിമു കാമിലൻ ഹത്താ യസ്ലമ ലിസാനുഹു വസംഉഹു വബസറുഹു വഫർജുഹു വയദുഹു വരിജ്ലുഹു വഖൽബുഹു മിമ്മാ ഹറമല്ലാഹു തആല ളാഹിറൻ വബാതിനൻ. ഒരു മനുഷ്യൻ അവൻ്റെ നാവും അവൻ്റെ കാതും അവൻ്റെ കണ്ണും അവൻ്റെ സ്വകാര്യ അവയവങ്ങളും അവൻ്റെ കയ്യും കാലും മനസ്സും അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും രക്ഷപ്പെടാതെ ഒരാൾ ശരിയായ മുസ്ലിമാവില്ല. എങ്ങനെ ഈ സൂഫിവാദം വാദിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടുക? വലാ ജാരിഹത്ത ലഹും, അവർക്കൊരൊറ്റ അവയവവും ബാക്കിയില്ല. ഇല്ലാ വഖദ് അസത്തില്ലാഹ മിറാറൻ, പലതവണ അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത അവയവമല്ലാതെ കൈവശത്തിലില്ല, ശരീരത്തിലില്ല. എന്നിട്ട് ഞാൻ സൂഫി എന്ന് പറയാ. ഫതഅമ്മൽ ദാലിക, മഹാനവറുകൾ പിന്നെയും പറയാണ്, ഫതഅമ്മൽ അദബഹു, നീ ശരിക്കും അദബ് മനസ്സിലാക്കണം. ഫൈന അൻത മിൻഹു വഅൻത തകാദു തളീഖു അലൈക അദ്ദുനിയ ബിമാ റഹബത് ഇദാ ലം യുഅള്ളിമുക അന്നാസ്. ജനങ്ങൾ നിന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ നിന്റെ മനസ്സാകെ ഇടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയി. കാരണം നിന്നെ ബഹുമാനിക്കുന്നില്ല. വലായ തഖിദൂക, നീ ഒരു മഹാനാന്ന് അവർ വിശ്വസിക്കുന്നില്ല. എൻ്റെ പേരിൽ നിന്റെ മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയില്ലേ? ഫഅലം ദാലിക, നീ അത് മനസ്സിലാക്കി വെച്ചു. ലാ തഖ്ശ നഫ്സക ഫഇന്നൽ ഇൻസാന അലാ നഫ്സിഹി ബസീറ വല്ലാഹു യതവല്ലാ ദാക്. നിനക്ക് അങ്ങനെ ഉദാഹരണം ഉണ്ടോ? എന്നെ ബഹുമാനിക്കാതിരിക്കുമ്പോ നിന്റെ മനസ്സിനൊരു പ്രയാസം തോന്നുന്നുണ്ടോ? എന്നാൽ നീ സൂഫി വഴിയിലല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ചിലപ്പോൾ പണ്ഡിതന്മാര് ചിലപ്പോ ദീനിനെതിരായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിന് വിഷമം വരാൻ പാടുണ്ടോ? അത് വരുന്നവൻ എന്താവൂല? അവൻ സൂഫിയാവില്ല. സൂഫിയാകണമെങ്കിൽ ഈ മനുഷ്യന്മാരെ ബഹുമാനിക്കലും ആദരിക്കലൊന്നും ഒരു വിലയും വെക്കാത്തവനാകണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. ഒന്നും കൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, സുബ്ഹാനല്ലാഹ്, ഒരാൾ വന്നിട്ട് മൻ ബറസ ഇലൽ ഖൽഖി ബിമനാമിൻ റആഹു ഔ അദിന ലഹു വഹദുൻ മിന സൂഫിയ്യത്തി ഹാദ സമാനി ഫസാറ കുല്ലു മൻ റആ മനാമൻ അമില ശൈഖൻ. സ്വപ്നം കാണുന്നവരൊക്കെ ശൈഖാകുകയാണ്. അതെ, മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, അതേപോലെ തന്നെ ഏതോ ഒരാളെ സ്വപ്നം കണ്ട് ആള് സ്വപ്നത്തിൽ പറഞ്ഞിന് എന്ന് പറഞ്ഞിട്ട് സൂഫിയായിരുന്നു, ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. വലാ നഅരിഫു അഹദൻ അൽ ആന മിൻ മശായിഖ് അസ്റിനാ മഅഹു ഇദ്നുൻ സഹീഹുൻ അബദൻ. ഇമാം ഷഅറാനി പറയാണ്, നമ്മളെ ആ കാലഘട്ടത്തിലുള്ള സംഗതിയാണ് പറയുന്നത്. അതേ, മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാറുള്ളാഹിന്റെ ശിഷ്യനാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. അതിന്റെ പുറമെ മഹാനവറുകൾ ആരുൻ നബിയിൽപ്പെട്ട ആളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ല, മറിച്ച് ഫാത്തിമ ബീവിയുടെ ശേഷം വിവാഹം കഴിച്ച അൽ ഹനഫിയ എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. അതിലുള്ള മകന്റെ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം ഷഅറാനി. ആ ഇമാം ഷഅറാനി ഒരുപാട് ഗ്രന്ഥങ്ങൾ തസവ്വുഫിലും ഫിഖ്ഹിലും പല വിഷയത്തിലും ഗ്രന്ഥം എഴുതിയ വലിയ മഹാനാണ്. മഹാനവറുകൾ പറയാണ്, അതെ, ഫസാറ കുല്ലു മൻ റആ മനാമൻ അമില ശൈഖൻ, സ്വപ്നം കണ്ടോലൊക്കെ ഇപ്പൊ ശൈഖായി പണിയെടുക്കാൻ. വലാ നഅരിഫു അഹദൻ ആന മിൻ മശായിഖ് അസ്റിനാ മഅഹു ഇദ്നുൻ സഹീഹുൻ അബദൻ, ശരിയായ ഒരു അനുമതി കിട്ടിയിട്ടുള്ള ശൈഖായിട്ട് ആരെയും നമ്മൾ ഇന്ന് അറിയുന്നില്ല. ലിഅന്നൽ ഇദ്ന ഇന്നമാ യകൂനു മിനൽ ഔലിയായി അസ്ഹാബിൽ ഖദമി ലാ മിൻ അസ്ഹാബിൻ നൗബി വഗൈരിഹിം. അത് വലിയ സ്ഥാനം തസവ്വുഫിൽ ഖദമുറച്ച മഹാന്മാരിൽ കിട്ടുന്നതാണ് സമ്മതം. ഇതിന് ഹൗലായിലദിന ജലസൂ ഫി സവായ, അതേ സമയത്ത് സാവിയയിൽ കുത്തിരിക്കുന്ന ആളുകൾ അവർ കൊടുക്കുന്ന സമ്മതം ഉണ്ടല്ലോ, വജഅലൂ ലഹും തലാമിദതൻ, എന്നിട്ട് കുറെ ശിഷ്യന്മാർ ഈ സാവിയെന്നുണ്ടായതാന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഫഹുവ ഇദുൻ ലാ ഇബ്റത ബിഹി, അസമ്മതത്തിന് ഒരു പരിഗണനയും ഇസ്ലാമിലില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്. സുഹൃത്തുക്കളെ,
അലവി സഖാഫി മൂപ്പരേൽപ്പിക്കാം. ഒരു വലിയ മഹാനോട് ചോദിച്ചു, وقد سأل شخص من إخواننا سيد الشيخ العارف بالله تعالى عبد القادر الدستوطي. അബ്ദുൽ ഖാദിർ ദസ്തൂതി തങ്ങളോട് എൻ്റെ സ്നേഹിതന്മാരിൽപ്പെട്ട ഒരാളെ ചോദിച്ച് അനിൽ മശായിഖ്, ചില ശൈഖന്മാരെ പറ്റി, അല്ലദീന ഫി സവായ ഫി അസ്രിഹി, അവരെ കാലഘട്ടത്തിൽ സാവിയത്തിൽ കുത്തിരിക്കുന്ന കുറേ ശൈഖന്മാർ, അവരെ പറ്റി ചോദിച്ച്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അയ്യന മിൻഹുൽ അൽ മുർസഫിയ വദ്ദാകിറ ഹൽ ഹും ഔലിയ, അവരൊക്കെ ഔലിയാക്കളാണോ? ഖാല വല്ലാഹി യാ വലദി, ആ മഹാൻ പറയണേ, എൻ്റെ മോനെ, ഹൗലായി കുല്ലുഹും ലം യസ്മു തരീഖൽ ഫുഖറാ, അവരാരും ഔലിയാക്കളുടെ ഫുഖറാഇന്റെ മാർഗം അവർ മണത്തിട്ട് പോലുമില്ലേ. ഹൗലായി ബഈദൂന അനിൽ മഖ്സൂദ്, അവർ മുഴുവനും ലക്ഷ്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. ഇന്നമാഹും ഫുഖറാഉ ഖലീലുൽ അദബ്, അദബില്ലാതെ പോകുന്ന ചില ഫുഖറാക്കളാണ് അവർ. വലാകിന്നൽ ഔലിയായ അസ്ഹാബൽ ഖദമിയ വല്ലദീ കസീർ, പക്ഷേ വലിയ സ്ഥാനമുള്ള ഔലിയാക്കൾ ഇന്നും ഉണ്ട് കേട്ടോ. മഹാനവറുകൾ ചിലരെ പേര് പറഞ്ഞു കൊടുത്തു. ഇന്നാള് ആരാണ് നോക്കുമ്പോൾ ഒരാൾ തബ്ബാഖീന, കുക്കിന്റെ ജോലി എടുക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു കുക്കാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹം വലിയ മഹാനായ വലിയാണ്. ജയ്തെണ്ണ വെക്കുന്ന ആളാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹാനാണ്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതപ്പൊന്നുമില്ല ചുമലിൽ, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വലിയാണ്. അവരെയും പറഞ്ഞു കൊടുത്തു ഇമാം ഷഹറാനി തങ്ങൾ പറയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കുറെ വേഷം കെട്ടിയത് കൊണ്ടോ മറ്റോ കിട്ടുന്ന ഒരു സംഗതിയല്ല തസവ്വുഫും സൂഫിസവും എന്ന് പറയുന്നത്. മറിച്ച് അത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച്, ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ച് ശരിക്ക് ഇത്തിബാഅോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, അവരാണ് ശരിയായ മശായിഖന്മാരെന്ന് പറയുന്നതും ശരിയായ സൂഫികൾ എന്ന് പറയുന്നതും അവരാണ്. ദേഷ്യം പിടിക്കുന്ന ആളുകളൊന്നും എന്താവില്ല, ബഹുമാനിക്കാത്ത വകയിൽ ദേഷ്യം പിടിച്ചാൽ അതിൻ്റെ വകയിലൊന്നും ഒരാളും നല്ല ആളാവൂല എന്ന് പ്രത്യേകം ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയാണ്. ഇനിയും നിങ്ങൾ കണ്ടോളൂ, എത്രയോ വിഷയങ്ങൾ ബഹുമാനപ്പെട്ടവർ അവരുടെ കിതാബിൽ മവാസീനുൽ ഖാസിരീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. അതൊക്കെ പറയാൻ ഇപ്പോഴുടെ സമയം ഇല്ല. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയാണ്, അഹ്ലു തസവ്വുഫ്, തസവ്വുഫുകാരി എന്ന നിലക്കുള്ള കക്ഷികൾ, വഹും 12 നഫറൻ, 12 ടീമുണ്ട്. വാഹിദുഹും സുന്നിയൂൻ, ഒറ്റ ഒന്ന് സുന്നികളാണ്. ഒറ്റ ഒന്ന്, 12-ൽ 11 സുന്നിയല്ല. ആര്? തസവ്വുഫിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ. ആരാണ് സുന്നികള്? അവരെ പ്രവർത്തനങ്ങളും വാക്കുകളും ശരീഅത്തിനോടും ത്വരീഖത്തിനോടും യോജിച്ചതാണ്. വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവർ സുന്നത്ത് ജമാഅത്തുകാരാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ പറയാണ്, വൽ ബാഖി ബിദഅയ്യുന, 12 കക്ഷികളിൽ 11 പുത്തനാശയക്കാരാണ്. പിന്നെ അവരെ പേര് പറയാണ്. അതിലൊരു കൂട്ടരാണ് ഹലവിയ. അവരുടെ ആശയം എന്താണ്? അവരുടെ ആശയം ഇന്നൻ നളറ ഇലൽ വജ്ഹിൽ ജമീലി മിനൻ നിസാഇ വൽ അംറദി ഹലാൽ, ഭംഗിയുള്ള പെണ്ണുങ്ങളെയും ഭംഗിയുള്ള ആൺകുട്ടികളെയും ഒക്കെ നോക്കൽ ഹലാലാണ് എന്നാ വാദം. അതിനവരുടെ ന്യായം എന്താണ്? വഫീഹി സിഫത്തുൽ ഹഖ്, അല്ലാഹു തആല ജമീലാന്ന്, ഇന്നല്ലാഹ ജമീലുന്നല്ലേ. അപ്പൊ ഈ കുട്ടിയും നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പോ അള്ളാഹിന്റെ സിഫത്തുള്ളതിനെ നോക്കുകയല്ലേ എന്നാ വാദം. ഇങ്ങനെയുള്ള ആളുകൾ മഹാനവറുകൾ പറയാണ്, ഞാനല്ല, മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ് ആ കക്ഷികളെ സംബന്ധിച്ച്. അങ്ങനെയുള്ള കക്ഷികളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവര് എന്നിട്ടോ അവരെന്ത് ചെയ്യുന്നു? അവർ ഡാൻസ് നടത്തുന്നു. അവർ ചിലപ്പോൾ ഈ കുട്ടീനെ പിടിച്ച് ചിമ്പിക്കുകയും ചെയ്യുന്നു, അണച്ചുകൂട്ടുകയും ചെയ്യുന്നു. ഇത് തനി കുഫറാണ്. മറ്റൊരു വിഭാഗമാണ് ഹാലിയ. ഹാലിയ എന്ന് പറഞ്ഞാലോ, ഫൈനഹും യഖൂലൂന, അവര് പറയുന്നത് ഹലാൽ, കയ്യും മുട്ടിയിട്ട് ഡാൻസ് കളിക്കുന്നത് ഹലാലാണെന്ന് വാദിക്കുന്നവർ. ആ കക്ഷികൾ അവരും പിഴച്ച വിദേഹത്തിന്റെ കക്ഷികളാണ്. അവർ വാദിക്കുന്ന ശൈഖിനിക്ക് ഹാലത്തുൻ,
ചില ഹാലത്തുണ്ട് ഒന്നും അന്നേരം ശേഖിന് ബാധകാവൂല. ഇതൊരു പുത്തനാശയമാണ്. ലൈസത്ത് ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ. ഇനിയും പറയാൻ വേറൊരു കൂട്ടരുണ്ട് ഔലിയാഇയ്യ. അവരെ വാദം എന്താണ്? അവരെ വാദം, ഒരാൾ ഔലിയാക്കളെ സ്ഥാനത്തെത്തിയാൽ സഖത്തത്ത് അൻഹു തകാലിഫു ശറഅ്, പിന്നെ ശറഇന്റെ ഇതൊന്നുമില്ല, പിന്നെ അയാൾ നിസ്കരിക്കണമെന്നില്ല, നോമ്പെടുക്കണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയ ആണെങ്കിൽ തന്നെ റമളാൻ മാസത്തിൽ പച്ചാപ്പകലിൽ കുറച്ച് പാൽ കുടിച്ചാൽ ഔലിയാവെന്നൊക്കെ വിചാരിക്കുന്ന ജാഹിലീങ്ങളുണ്ട്. അതൊന്നുമല്ല തരീഖത്തും തസവ്വുഫും. ഇത് പറയുന്നത് നമ്മളല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്. അമൽ ഔലിയായി അവരെ സ്വഭാവം അങ്ങനെയാണ്. വേറൊരു കൂട്ടര് മറ്റൊരു കക്ഷികളുണ്ട്, അവരുടെ വാദം അമ്രുൻ നഹിയൊന്നുമില്ല എന്നാ. സുബ്ഹാനല്ലാഹ്. വേറൊരു വിഭാഗമുണ്ട്, ഹുബ്ബിയ എന്നാണ് പേര്. അവരുടെ സ്വഭാവം എന്താണ്? അള്ളയായിട്ട് വലിയ സ്നേഹമായ പിന്നെ സഖത്തസ്ഖുതു അൻഹു തകാലീഫ്, പിന്നെ അയാൾക്ക് ഹറാമില്ല ഹലാലുല്ല അങ്ങനത്തെ ഒന്നുമില്ല. വലാ യസ്തറൂന ഔറതഹും ബൈനഹും, ചിലപ്പോൾ തുണിയൻ ഉടുക്കലും ഉണ്ടാവില്ല. എന്നിട്ടോ വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അമ്മൽ ഹൗരിയ, അതേതാണ്? അത് അവർ ചില ഹാലത്തുകളിൽ ഹൂറുൽ ഇന്നെ തന്നെ ഇവിടുന്ന് വത്തുക ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് തന്നെ വത്തുക ചെയ്യുന്നുണ്ട് എന്ന് വാദിക്കുന്നൊരു കൂട്ടരാണ്. എന്നിട്ട് ചിലപ്പോൾ ഒരു കുളിക്കൽ ഇയാൾ ഹൂറുലിങ്ങളെ വത്തുക ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ടീം. വേറൊന്ന് ഇബാഹിയ, അവര് യത്റുകൂനൽ അംറ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുക എന്നുള്ളത് അവർക്ക് ഉണ്ടാവില്ല. ഹറാമിനെ ഹലാലാക്കുകയാണ്. യുബീഹുനൻ നിസാ, പെണ്ണുങ്ങളെ ഹലാലാക്കുകയാണ്. വേറൊന്ന് മുതക്കാസില എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കും പോകില്ല, ആളുകളോട് ഇങ്ങനെ യാചിച്ചു നടക്കും, ജോലിക്കൊന്നും പോകില്ല. അങ്ങനത്തെ ഒരു കൂട്ടര്. വേറൊരു കൂട്ടര് മുതജാഹില, അതെ, അവരും തെറ്റ് ചെയ്യുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രവും ധരിച്ച് നടക്കുന്നവരും അവരെ രീതിയിൽ ജീവിക്കുന്നവരും. വേറൊന്ന് വാഖിഫിയ്യ. ഇങ്ങനെ തുടങ്ങിയിട്ട് പല കക്ഷികളെ സംബന്ധിച്ചും പറയാൻ. ഒന്ന് ഹാമിയ്യ, ഇൽഹാമിയ്യ. ഇൽഹാമിയാരാ? അവര് ഇൽമങ്ങട്ട് ഒഴിവാക്കുകയാണ്. ദർസൊന്നും വേണ്ട, ദർസും വേണ്ട, മുദരിസും വേണ്ട എന്ന് പറയുന്നൊരു ടീം. വലൈസു മിൻഹും, അവർ വാദിക്കുന്നുണ്ട് നഹ്നു അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തൊന്നുമല്ല. വലൈസു മിൻഹും വയഖൂലു അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയാണ്, ഇന്ന സ്വഹാബത കാനു അഹ്ലൽ ജദബതി ബിഖുവ്വതി സ്വഹബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. മഹാന്മാരായ സഹാബത്താണ് ഹൃദയം അള്ളാഹുവിലേക്ക് ആകർഷിക്കപ്പെട്ട ഏറ്റവും വലിയ മഹാന്മാർ. അവരാണ് ഏറ്റവും വലിയ മഹാന്മാർ. അവർ കഴിച്ചിട്ടേ പിന്നെ ആരുള്ളൂ, അതിൻ്റെ ഇപ്പുറം ആരുമില്ല. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല 313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ അതൊരു വലിയ ഉണ്ടായി എന്ന്. ബദരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ്, കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത്, അതാണ് നേരത്തെ പറഞ്ഞത്, ജാഹിലിക്ക് തസവ്വുഫ് ഉണ്ടാവില്ല എന്ന് ഇമാം ശാഫി റളിയല്ലാഹു വെറുതെ പറഞ്ഞതല്ല. അതേ, വിവരമില്ലാത്തവൻ എങ്ങനെ നന്നാകുക? വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ടേ, പിന്നെ എങ്ങനെയാണ് നന്നാകുക? വിവരമില്ലാത്തവന് പേടിക്കേണ്ടതൊന്നുമില്ല, വിവരമുള്ളവർ പറയുമ്പോൾ കേട്ടാൽ മതി. അതിന് ഇല്ല എന്നുള്ള വിവരം ഇല്ലാതെ വിവരമുള്ളവരെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവനെങ്ങനെ നന്നാകുക? വദുൽ ജഹ്ലി യസ്ലുഹു, എങ്ങനെയാണ് അവൻ നന്നാകൽ? എങ്ങനെയാണ്? സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ മഹാന്മാര് സഹാബത്താണ്. ആ സഹാബത്ത് ഖുർആന്റെ നസ്സ് കൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹും വറദുവാൻ, അതിലേറ്റവും വലിയ മഹാന്മാര് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് സഹാബത്ത്. ഒന്നാമത്തെ ഖുത്ബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. നാലാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. അഞ്ചാമത്തേത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. ആറാമത്തേത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, മഹാനായ ഇമാം ഷാറാനിയെ പോലുള്ള പണ്ഡിതന്മാർ വിവരിച്ചതാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞൊരു തരീഖത്ത്, സർക്കാർ തരീഖത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാൻ നോക്കിയില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്ന് പറഞ്ഞിട്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഖുതുബാണവർ എന്ന് സൂഫിയാക്കളൊക്കെ രേഖപ്പെടുത്തുന്നു. അപ്പൊ സൂഫിയാക്കളെ കിതാബുകളോ
അവരെ യാതൊരു വിവരങ്ങളോ ഇല്ലാതെ എന്തെല്ലാമോ വിചാരിച്ച് നടക്കുന്ന വിവരം കെട്ട ആളുകളുടെ കെണിയിൽ പോയി ചാടിപ്പോകരുത്. മുസ്ലിമീങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, വയഖൂലു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഇന്ന സ്വഹാബത കാനൂ അഹ്ലുൽ ജദബത്തി ബിഖുവ്വത്തി സ്വഹബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ثم انتشرت تلك الجواذب بعد علي بن ابي طالب رضي الله عنه الى مشايخ الطريقه ثم تشعبت الى سلاسل كثيره حتى ضعفت وانقطعت عن كثير منهم فبقي منهم الرسوم في صوره شيوخة بلا معنى ثم تشعب منهم اهل البدع. പിന്നെ ബിദ്അത്തുകാർ അതിൽ നിന്നൊക്കെ കുറെ ആളുകൾ രംഗത്ത് വന്നു. അങ്ങനെ കുറെ കക്ഷികളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ബിദ്അത്തുകാരായ കുറെ ആളുകൾ തസൗഫിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മളെ ഇമാമിയങ്ങൾ, മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അടക്കം നമ്മളെ ശരിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച സംഗതിയാണ്. എവിടെയെങ്കിലും ഒരു ആൾ ശൈഖ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഓടിപ്പോകാൻ പാടില്ല, നമ്മൾ അതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സിറുൽ അസ്റാർ നോക്കിയാണ് ഞാൻ വായിച്ചത്. ഇനി സുഹൃത്തുക്കളെ, മഹാന്മാര് വീണ്ടും പറയാണ്, മശായിഖന്മാരുടെ കോലത്തിൽ നടക്കുന്ന കുറെ ആളുണ്ട്. ഫസ്ലുൻ ഫീ ദിക്രി ബഅദിൽ മുതശബ്ബിഹീന ബിൽ മശായിഖ് വഅഹ്ലിൽ ഇറാദ വഹദാ ബാബുൻ മുത്തസിഉൻ മുതശഅബുൻ ഖല്ല അൻ തൻഹസ്റ മഫാസിദുഹു. നാശം വലുതല്ല, ഈ ശൈഖ് കോലം കെട്ടി നടക്കുന്നവർക്കുള്ള നാശം ചെറുതല്ല. മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, أو يتعين ما يقع منه لكثرته لكن نشير إلى شيء منه ليستدل به على ما عداه والله المستعان. അത്തരം വേഷം കെട്ടുന്ന ശൈഖന്മാർ, അവർക്കുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ. ആരാ പറയുന്നത്? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ആണ്. അവരൊന്നും ചില്ലറക്കാരല്ല. ബുധനാഴ്ച നഖം മുറിക്കണ്ട എന്നൊരു ഹദീസ് കണ്ടപ്പോ അത് ലൈഫാണ്. അപ്പൊ ലൈഫല്ലേ എന്ന് വിചാരിച്ചിട്ട് നഖം മുറിച്ചു പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. മഹാനവറുകൾക്ക് ശരീരത്തിൽ അതാ വെള്ളപ്പാണ്ട് രോഗം വന്നു. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണൂല എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല. അതിലിവിടെ ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വെള്ളപ്പാണ്ട് രോഗത്തെക്കുറിച്ച് അപരാധി ബോധിപ്പിച്ചു. നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടില്ലേ ബുധനാഴ്ച നഖം മുറിക്കരുത്, നിങ്ങൾ എന്തിനു മുറിച്ചു? മഹാനുകൾ ആ ഹദീസ് സഹീഹായി കിട്ടിയില്ലല്ലോ. സഹീഹായി കിട്ടിയില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ? ആ റിവായത്തിന് കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്കത് ഒഴിവാക്കിക്കൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, അതാണ് ശരിയായ തസവ്വുഫ്, വറായ സൂക്ഷ്മത. നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടായിരുന്നോ? അപ്പൊ പിന്നെ മാപ്പ് പറഞ്ഞു, എന്നിട്ടോ തൗബ പറഞ്ഞു. അപ്പോൾ അങ്ങ് തടകിക്കൊടുത്തു, രോഗം മാറിപ്പോയി. അതാണ് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ് ഈ വേഷം കെട്ടി നടക്കുന്ന ശൈഖന്മാരെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫമിൻ ദാലിക, അത്തരം കക്ഷികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അന്ന കസീറൻ മിനൻ നാസി യദ്ദഇ ദീന വസ്സലാഹ്. പലരും ഞാൻ വലിയ ദീനിന്റെ ആളാണ്, ഞാൻ വലിയ സാലിഹാണ് എന്ന് പറയും. വന്നഹു മിൻ അഹ്ലിൽ വസൂലി, അദ്ദേഹം അല്ലാഹുവിലേക്ക് ചേർന്ന ആളാണെന്ന് വാദിക്കുന്നു. എന്നിട്ട് അയാളെന്താ പണി? എന്താ? ചില മഹാന്മാരുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരിത്രം പറയാണ് അയാള്. അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ അറിയോ? ആ മഹാന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഞാനും ഒന്ന് വരുത്തി തീർക്കലാണ്. അതാണ് ഉദ്ദേശം. അങ്ങനെ മൂപ്പർക്ക് വലിയ ആളാൻ വേണ്ടി വേറെ ചില മഹാന്മാരുടെ ചരിത്രം പറയാണ്. ചിലരെത്രത്തോളം ഉണ്ട് എന്നറിയോ? ചില മഹാന്മാരെ ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഇത് ഞങ്ങൾ പോയിട്ട് ആളെ സിയാറത്ത് ചെയ്തോളി. നീ പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് വന്നാന്നും കൂടി പറഞ്ഞോളി. ഓ, മൂപ്പരടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്ന് ഇവനെ തോന്നിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനത്തെ ചില പരിപാടിക്കാർ ഇപ്പോൾ ഇല്ലേ? അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ അതും വേറെ ചിലര് എനിക്ക് ആ വലിയ മഹത്വമുള്ള ആത്മീയത ഒക്കെ കിട്ടിയെന്ന് വാദിക്കുന്നു. അവരിൽ ചിലര് ചില ചരിത്രങ്ങളൊക്കെ രചിക്കാൻ തന്നെ കഴിവുള്ളവരാ. വൽ മറായി, കുറെ സ്വപ്നങ്ങളും സ്വപ്നം രചിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാര്. സ്വന്തം തന്നെ ഉണ്ടാക്കുകയാണ് സ്വപ്നം. മൂപ്പര ഖുദർ നബീനെ സ്വപ്നം കണ്ട്, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട്, മറ്റേ ഷാഫി ഇമാമിനെ സ്വപ്നം കണ്ട്, കാണലോട് കാണൽ തന്നെ.
സിയമാ വല്ലിയാദു ബില്ലാഹ് തആല മബ്തുലിയ ബിഹി ബഅദുഹും, ചിലർക്ക് വലിയ മുസീബത്ത് പറ്റിയിരിക്കുകയാണ്. മിൻ തജർറുഇഹി വദഅവാഹു റുഇയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് വച്ചക്കള്ളം പറയാണ്. ഫിൽ മനാമി, ഉറക്കില്. വഅന്നഹു അഖ്ബല അലൈഹി, നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു. വഖാതബഹു, സംസാരിച്ചു. വഅമറഹു, ചിലത് നിർദ്ദേശിച്ചു. വനഹു, ചിലത് വിരോധിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ വരെ മുതിരുന്നവർ ശൈഖ്വാദികൾ. ബൽ ബഅദുഹും യദ്ഈ റുയതഹു, ചിലർ നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളെ കണ്ടു എന്ന് വാദിക്കുകയാണ്. വഹുവ ഫിൽ യഖ്ളതി, അതെ ഞാൻ പച്ചയെ തന്നെ കണ്ടു, ഉറക്കിലൊന്നല്ല, ഞാൻ ഉണർവിൽ തന്നെ കണ്ടു എന്ന് വാദിക്കുന്നവര്. ഹാദാ ബാബുൻ ദയീഖുൻ, ഇത് വളരെ ഇടുങ്ങിയ ഗേറ്റാണ് കേട്ടോ. വഖല്ല മൻ യഖഉ ലഹു ദാലികൽ അംറു, അങ്ങനെ സംഭവിച്ചുകൂടെ നിങ്ങൾ ചോദിച്ചാൽ? സ്വപ്നത്തിൽ നബി തങ്ങളെ കാണാം, ചിലപ്പോൾ ചില മഹാന്മാർ ഉണർവിലും കാണാം. അതിവിടെ നിഷേധിക്കുന്നില്ല. ഇല്ലാ മൻ കാന അലാ സിഫത്തിൻ അസീസിൻ വജൂദുഹാ ഫീ ഹാസ സമാൻ, മുമ്പ് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരിൽ ചിലർ ഉണർവിൽ കണ്ടവരുണ്ട്, അതേ ഉറക്കിൽ കണ്ടവരുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉണർവിൽ കണ്ട ആളുകളൊക്കെ പഴയ കാലത്ത് പലരും ഉണ്ടായി. ബൽ അദിമത്ത് ഗാലിബൻ മാ അന്നാ ലാ യുൻകിറു മൻ യഖഉ ലഹു ഹാദാ മിനൽ അകാബിരില്ലദീന ഹഫിളഹുമുല്ലാഹ്, അല്ലാഹു തആല വലിയ ഹിഫ്ള് കൊടുത്ത പ്രമുഖന്മാരായ ഔലിയാക്കൾ ആരെങ്കിലും കണ്ടെങ്കിൽ ആ കണ്ടതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, അതില്ലെന്ന് വാദിക്കുന്നില്ല. പക്ഷെ ഇക്കാലത്ത് ഏത് മനുഷ്യനും അങ്ങ് വാദിക്കുകയാണ്. ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിർദ്ദേശം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഉണർവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ ശൈഖ്വാദികളുടെ ചില പരിപാടികളാണ്. എന്നിട്ട് പിന്നെയും മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, വമിൻഹും മൻ യുശീറു ഇലാ നഫ്സിഹി ബിൽ കറാമാത്തി, ചിലരൊക്കെ സ്വന്തം കറാമത്ത് അതിങ്ങനെ സൂചിപ്പിച്ച് പറയുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, എൻ്റെ വകയിൽ ഞാനൊന്ന് കൂട്ടട്ടെ, അതിന് കുറച്ച് ഏജൻസികളുമുണ്ട്. ചില അത്ഭുതങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായി എന്നിങ്ങനെ അയാൾ എന്നെ സൂചിപ്പിക്കുക. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ കുറേ കറാമത്ത് പറയുന്നവര്. പിന്നെയോ ഒരിക്കലും അവൻ കറാമത്തിന് യോഗ്യനല്ല, മറിച്ച് കറാമത്ത് കിട്ടാൻ കാരണമാകുന്ന നിലക്കുള്ള ജീവിതം അദ്ദേഹത്തിനില്ല. അതേപോലെ തന്നെ വേറെ ചിലര് ശൈഖന്മാരെ കണ്ടു എന്ന് പറയാണ്. അതേ മുഹീദ്ദീൻ ഷെയ്ഖ് ഇപ്പൊ പറഞ്ഞങ്ങ് പോയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. റിഫായി ഷെയ്ഖ് ഇന്നലെ എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനൊക്കെ പറയുന്ന കുറെ ചങ്ങാതികളില്ലേ, വലുഖിയഹും ഓരെ കണ്ടുമുട്ടി എന്ന് പറയാണ്. വഹുവ മാദ അലിക്കലം യജിത്തമീ ബിഹിം വലാ റആഹും, ആ മഹാന്മാരെ അവർ കണ്ടിട്ട് തന്നെ ഇല്ല, അതേപോലെ തന്നെ അവരെ കൂടെ ഇരുന്നിട്ടുമില്ല. ഞാൻ CM വലിയുള്ളാന്റെ സ്വന്തം ആളാണ്, ജീവിതത്തിൽ കാണാത്ത ചക്കനാ പറയുന്നത്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നിട്ടോ വലിയ CM വലിയുള്ളാന്റെ സ്വന്തം ആള്, അങ്ങനെ പറയുന്ന കക്ഷികളില്ലേ. ഇതൊക്കെ ഇമാമികൾ നേരത്തെ തന്നെ പറയാണ്. വമിൻഹും മൻ യദ്ഈ സുഹബത ബഅദി ശുയൂഖി വൽഇഹ്തിദാഇ ബിഹദീഹിം, ചില മഹാന്മാരുമായി സഹവസിച്ചിട്ട് എനിക്ക് വലിയ ഹിദായത്ത് കിട്ടിയെന്ന് വാദിക്കുന്നവരുണ്ട്. വഹുവ ലം യജ്തമീ ബിഹിം വലാ ഹുവ അലാ തരീഖിഹിം, അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല, അതേപോലെ തന്നെ അവരുടെ തരീഖിലുമല്ല, അവരുടെ വഴിയിലുമല്ല. ബൽ റആ ബഅദ മൻ സഹിബ ശുയൂഖ, പിന്നെന്താ ഉണ്ടായത്? അത്തരം ചില ശൈഖന്മാരെ കണ്ട ചിലരെ ഇവൻ കണ്ടിട്ടുണ്ട്. ഫഹക്കാ ദാലിക അൻ നഫ്സിഹി, എന്നിട്ട് കണ്ട ചിലർ പറയുന്നത് കേട്ടിട്ട് ഇവൻ അനുഭവിച്ചതുപോലെ ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വമിൻഹും മൻ യദ്ഈ റുയത്തൽ ഖദിരി, ചിലർ ഖിദിർ നബിനെ കണ്ടു എന്ന് വാദിക്കുന്നവരുണ്ട്. സുമ്മ ഇന്ന ബഅദഹും യുഅക്കിദു ദാലിക ബിൽ യമീനി, എന്നിട്ടോ അത് നേരായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അതിന് വല്ലാഹി വാസാക്കുന്നവരുമുണ്ട്. ലിയകൂന അദ്ആനിൽ ഖബൂലി മിൻഹു, സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി സത്യം ചെയ്തുകൊണ്ട് കള്ളം പറയുന്നവരുണ്ട്. ഹത്താ ലഖദ് ഖാല ബഅദു മൻ യുൻസബു ഇലൈഹി ശൈഉൻ മിൻ ഹാദാ,
ഇന്നൽ ഖദിറ യതി ഫീ കുല്ലി യൗമിൻ. എത്രത്തോളം എന്നറിയോ ഇങ്ങനത്തെ വാദം വാദിക്കുന്ന ചിലര്, അവരിങ്ങനെ പറയാണ്, ഖിദിർ നബി എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരുത്തുണ്ട്. വയഖിഫു അലാ ബാബിഹി, അതെ എൻ്റെ അതാ വാതിൽക്കൽ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ ദുഃഖാനിഹി, അല്ലേ എൻ്റെ കട എൻ്റെ അടുത്ത് വരാറുണ്ട്, അല്ലേ എൻ്റെ സാബി എൻ്റെ അടുത്ത് വരാറുണ്ട്. വയതഹദ്ദസു മഅഹു, എന്നിട്ട് ഖിദിർ നബി സംസാരിക്കാറുണ്ട്. ഓഹോ യബീഉ വയസ്തരി, ഞാനിങ്ങനെ ബുക്കിംഗ് കൊള്ളെല്ലാം ചെയ്യുമ്പോൾ ഖിദിർ നബി ഇങ്ങനെ വരാറുണ്ട്. വദാലിക കുല്ലുഹു തഖവ്വുലുൻ വഖ്തിആലുൻ ലാ അസ്ല ലഹു വലാ ഫർആ. അതിനൊരു അടിസ്ഥാനമില്ല, അസ്ലുമില്ല, ഫറുമില്ല. പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഖിദിർ നബിനെ കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റും, അത് നിഷേധിക്കരുത്. ഖിദിർ നബി അലൈഹിസ്സലാം വരാൻ പറ്റുന്ന സ്ഥലത്ത് അത് കാണാൻ പറ്റുന്ന മഹാന്മാരാണ് കണ്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം. പക്ഷെ ഈ വാദക്കാരുണ്ടല്ലോ, ശൈഖ് വാദികൾ, അവർ പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ അവരെ പിന്നാലെ പോകല്ലേ. 40 നാളവർ മുന്നിൽ ഖിദിർ വന്ന് നവാലൊരു വശം ചൊല്ലിയില്ല എന്നോവർ. അപ്പോൾ ഖിദിർ ചൊല്ലി, ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. അത് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ്. അങ്ങനെ പോലത്തെ ആളുകൾക്ക് കാണാൻ കഴിയും. പക്ഷേ ശൈഖ് വാദം ഉന്നയിച്ച് നടക്കുന്ന ആളുകള് അവരത് പറയുമ്പോ അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീഴാനൊന്നും പോകരുത്. ومنهم من أراد أن يلقي شيئا مما يخطر له قدم قبله الاستشهاد بكتاب الله. ഈ വാദികൾ എത്രത്തോളം ഉണ്ടെന്നറിയോ? ചിലര് ആ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഒരായത്തോതും. യൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വജൂഹും മുസ്വദ്ദ. കള്ളത്തരം പറഞ്ഞാൽ പഠിച്ചവൻ്റെ അടുത്ത് കുടുങ്ങും എന്നുള്ള ആയത്ത് കോതിയിട്ട് ചിലപ്പോൾ കള്ളത്തരം പറയാം. ആദ്യം ആയത്തൊക്കെ ഓതിയിട്ട് കള്ളത്തരം പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്തത്തെ മുഖർത്ത് പോവും എന്നുള്ള ആയത്ത് ഓതിയിട്ടാണ് ഈ കള്ളം പറയാൻ. പിന്നെ അവൻ സത്യം ചെയ്തങ്ങ് പറയും, അതേ ഖിദിർ നബിനെ കണ്ടു, മറ്റേ മുഹീദ്ദീൻ ശൈഖിനെ കണ്ടു, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു എന്നൊക്കെ പറയും. എന്നിട്ട് അവരെല്ലാം മൂപ്പരോട് സംസാരിച്ചു. ഇനി അടുത്തതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. വൽ ഗാലിബു, പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോ, സാധാരണക്കാരി തന്നെ ഏകദേശം മുതഅല്ലിമീങ്ങളൊക്കെ സാധാരണക്കാരി തന്നെ കേട്ടോ, എന്നല്ല ചിലപ്പോൾ വലിയ മൂലാമാരൻ ചിലപ്പോൾ സാധാരണക്കാരായി പോലുണ്ട്. അപ്പോ പലപ്പോഴും സാധാരണക്കാർ ഈ കുളൂസൊക്കെ കേൾക്കുമ്പോ ഖലബത്തിൽ ജഹലിന്റെ കടുപ്പം കൊണ്ട് അലൈഹിം ബി അഹ്ലിൽ ഹഖ്, ആരാണ് ഹഖിന്റെ ആളുകൾ ഇത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാതിരിക്കുമ്പോൾ, വൽ ഖൈരി വസ്സലാഹി വൽ ഇത്തിബാഇ, ഖൈറിന്റെ ആൾ ആരാണ്, സലാഹുള്ള ആൾ ആരാണ്, റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാർ ആരാണ് എന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ, ഇദാ മവ്വഹ അലൈഹിം അഹദുൻ മിൻ അഹ്ലി തംബീഹി, ഈ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ വശീകരിക്കുന്ന കക്ഷികൾ സംസാരിക്കുമ്പോൾ, ഇൻഖാദൂലഹു, ആ സാധാരണക്കാര് അവര് ഇയാൾ ശൈഖാന്ന് വിചാരിച്ച് അയാൾ പറയും പോലെ അങ്ങ് നിന്ന് കൊടുക്കും. അയാൾ പറയും പോലെ നിന്ന് കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിലാകുന്നത് എന്ത്, സ്വന്തം വീടടക്കം പണയത്തിലായിപ്പോയി, ജപ്പുതിയാണ്. കാരണം ശൈഖ് പറയും പോലെ കൊണ്ട കൊടുത്തതാ, പിന്നെ അവസാനം ജപ്പുതിയാണ്. അതേപോലെ തന്നെ പിന്നെ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ്. അതേ മിന്നഹലി തംബീഹിൻ ഖാദൂ ലഹു വഖാലൂ ബിഹി വത്തബഊഹു, അങ്ങനെ പിന്നെ അവരും പറയാൻ തുടങ്ങും, നമ്മളെ ശൈഖ് എന്ന് പറഞ്ഞാൽ ദിവസം ഖിദിർ നബിനെ കാണുന്ന ആളാണ്, മുഹീദ്ദീൻ ശൈഖ് അതേ റസൂലുള്ളാഹിനെ ഡെയിലി സ്വപ്നം കാണുന്ന ആളാണ് എന്നൊക്കെ അവരും പറയാൻ തുടങ്ങും. വത്തബഊഹു, ഇതൊക്കെ കേട്ടിട്ട് അവരെ പിന്തുടരും. വനസ്സലുഹുൽ മൻസിലത്തല്ലതി യദ്ഈഹാ, അദ്ദേഹം വാദിക്കുന്ന ആ വാദപ്രകാരം അദ്ദേഹം ഉന്നത സ്ഥാനത്താണ് എന്ന് ഈ സാധാരണക്കാരെ തെറ്റിദ്ധരിക്കും. അസ്അലുല്ലാഹ സലാമത മിൻ ദാലിക ബിമന്നിഹി വകറമിഹി വബിൽ ജുംലതി ഫഅഹ്വാലുഹും റദിയതു ലാ തൻഹസുറു വഫീമാ വഖഅ തംബീഹു ബിഹി കിഫായത്തുൻ അൻഹ ഹദാ ഹാലുൽ മുസ്തതിരീന മിൻഹും. മഹാനായ ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഇങ്ങനെ കുറേ വാദികൾ ഉണ്ട്, ഇങ്ങനെ ശൈഖ് വാദിച്ച് നടക്കുന്നവര്. ഇത് തന്നെ ഇമാം ശറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കൗകബ് സാഹിഖ്
ഫിൽ ഫർഖി ബൈനൽ മുരീദി സാദിഖ് വഗൈരി സാദിഖ് എന്ന ഗ്രന്ഥത്തിൻ്റെ 29-ാമത്തെ പേജിലും ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇനി ഞാൻ നീട്ടി പറയുന്നില്ല. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ആലിമീങ്ങൾ ശരീഅത്തിനെതിരായി കണ്ടാൽ വിമർശിക്കണം. ചിലപ്പോൾ അത് ചെയ്യുന്ന ആള് അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാനാണെങ്കിൽ പോലും ആലിമീങ്ങൾ ശരീഅത്തിനെതിരെ കണ്ടാൽ വിമർശിക്കണം. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്. നവവി ഇമാം ഖുത്ബാണെന്നതിൽ സംശയമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഖുത്ബൽ ഇമാമുൻ നവവി, ഇമാം നവവി ഖുത്ബായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയതെന്ന് ഉറക്കിൽ സ്വപ്നത്തിൽ കണ്ട മഹാൻ. അതേ ആ ഇമാം നവവി ആരാണെന്ന് അന്വേഷിച്ച് പിടിച്ച് പിറ്റേ ദിവസം കാണാൻ പോയപ്പോൾ ഇമാം നവവി ദർസ് നടത്തുകയാണ്. നവവി ഇമാം ദൂരേന്ന് കണ്ടു അയാൾ വരുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം തന്നെ പറയാണ്, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, ഉക്തും മാ മഅക, നിങ്ങൾ കണ്ട സ്വപ്നം ലോകത്താരോടും പറയരുതേ. ശരിയായ ഖുതുബായ ഇമാം നവവി അതേ മഹാനവറുകളെ ഖുതുബാക്കിയ വിവരം ജനങ്ങളോട് പറയരുതെന്നാണ് പറയുന്നത്. ഇന്നലെ കണ്ട സ്വപ്നം ഒരാളോടും പറയല്ലേ എന്നങ്ങോട്ട് പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇബ്നുൽ അത്താർ തങ്ങളും അല്ലെങ്കിൽ അതേ ഇമാം സുയൂത്തി തങ്ങളോ അതേ ഇബ്നുൽ അത്താർ തങ്ങൾ തന്നെ ഇമാം നവവിയെ കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഇമാം നവവി അത്ര വലിയ മഹാനായ ഖുതുബാണ്. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഉസൂലുദ്ദീനി അർബഅത്തുൻ, ദീനിന്റെ അടിസ്ഥാനം 4 എണ്ണമാണ്. കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്, അൽ മുഅ്തബറാൻ. വമാ ഖാലഫ ഹാദിഹിൽ അർബഅ, ഈ 4നും എതിരായത് ഫഹുവ ബിദ്അ വമുർതകിബുഹു മുബ്തദിഉൻ, അത് ചെയ്യുന്നവൻ മുബ്തദിയാണ്. യതഅയ്യനു ഇജ്തിനാബുഹു വസജ്റുഹു, അവനെ അതിൽ നിന്ന് തടയണം, അവനുമായി മാറി നിൽക്കണം, അവനുമായിട്ട് അടുക്കല്ല വേണ്ടത്. പിന്നെയോ മിനൽ മത്ലൂബി ഇഅ്തിഖാദു മൻ അലിമ വഅമില, നന്നായി ഇൽമു പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ബഹുമാനാദരവ് വേണം. വലാസമ അദബ ശരീഅ, ശരീഅത്തിന്റെ അസബ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആള്. വസഹിബ സാലിഹീൻ, സജ്ജനങ്ങളുമായി സഹവസിക്കുന്ന ആള്, അദ്ദേഹത്തെ സംബന്ധിച്ച് ബഹുമാനാദരവ് മനസ്സിലുണ്ടാകണം. അമ്മാ മൻ കാന മസ്ലൂബൻ അഖ്ലുഹു, എന്നാൽ ചില മഹാന്മാർ അവരുടെ അഖ്ലി അതേ ഊരപ്പെട്ടവരുണ്ട്. മഗ്ലൂബൻ അലൈഹി, അല്ലെങ്കിൽ ബോധം കൃത്യമായി എപ്പോഴും ഇല്ലാത്ത ചില മസ്താന്മാരുണ്ട്. വദാലിക കൽ മജാദീബ്, അവർ മജ്ദൂബുകളെ പോലെയുള്ള ആളുകാരാണ്. ഫസുല്ലിമ ലഹും, അവരെ സ്ഥാനം വകവെച്ച് കൊടുക്കണം. ഐ ഹാലുഹും, അവരുടെ സ്ഥാനം വകവെച്ച് കൊടുക്കണം. അവരെ കുറ്റം പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യരുത്. വനുഫവ്വിദു ഇലല്ലാഹി ശഅനഹും, അവരെ കാര്യം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം. നമ്മളെ ഇടപെടാൻ പോകണ്ട. അതേസമയം ഇവിടെ ശറഅ് നിലനിൽക്കണം, ശരീഅത്ത് നിലനിൽക്കണം. ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരായി അവരിൽ വല്ലതും വന്നാൽ അതിനെ വിമർശിക്കുകയും അത് തെറ്റാണെന്ന് പറയുകയും വേണം. അവർ വലിയ മഹാനല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റൂല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഇതാണ് ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞു, വമിൻ അഖ്ലാഖിഹിം, ഒരു ശരിയായ ശൈഖോ അല്ലെങ്കിൽ ശൈഖ് വേണ്ട മുരീദോ ആയാൽ അവരെ സ്വഭാവം എങ്ങനെയായിരിക്കും? കസുറത്തു മഹബ്ബത്തിഹിം ലിൽ ഫുഖഹാഇ, പണ്ഡിതന്മാരോട് വലിയ സ്നേഹമായിരിക്കും ആർക്ക്? ശരിയായ മുരീദോ ശൈഖോ ആയാൽ. വടകര മുഹമ്മദ് ഹാജി തങ്ങൾക്ക് ആലിമീങ്ങളോട് എന്തൊരു സ്നേഹമായിരുന്നു. അതേപോലെ സി.എം. വലിയുല്ലാഹി തങ്ങൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു. കുണ്ടൂർ ഉസ്താദിന് എന്തൊരു സ്നേഹമായിരുന്നു. മഹാന്മാരങ്ങനെയാണ്, അവരെ ആലിമീങ്ങളെ തള്ളൂല. ആലിമീങ്ങളോട് വലിയ സ്നേഹമായിരിക്കും അവർക്ക്. ഇനി ആലിം എന്ത് ചെയ്യുന്നു? അവർ ചെയ്യുന്ന സംഗതിനെ വിമർശിച്ചു നിൽക്കുക, എന്നാലും സ്നേഹത്തിനൊരു കുറവുണ്ടാവില്ല. ഹിങ്കാരി അലൈഹിം വഅലാ തരീഖിഹിം, അവരെ ആ റൂട്ടിലും ഇയാൾക്ക് ആക്ഷേപം പറയുന്നുണ്ട് മൊയ്ലിയാർ. അതേപോലെ തന്നെ അയാളെ തന്നെ ആക്ഷേപം പറയുന്നുണ്ട്, വിമർശനം പറയുന്നത്, ആക്ഷേപമല്ല വിമർശനം പറയുന്നുണ്ട്. എന്നാലും പണ്ഡിതനോട് സ്നേഹം ഉണ്ടാവും ശരിയായ മുരീദാണെങ്കിൽ. എന്തുകൊണ്ട്? ഫഖീഹ് മാ യുൻകിറു ഇല്ലാ മാ ലാ യസ്ലു ഇലൈഹി ഫഹ്മുഹു, അദ്ദേഹത്തിന് മനസ്സിലായതല്ലേ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് തെറ്റാണെന്ന് മനസ്സിലായതല്ലേ അദ്ദേഹം വിമർശിക്കുന്നത്. അത് അയാൾ ഡ്യൂട്ടിയല്ലേ. ഫഹുവ മഅ്ദൂറുൻ, അദ്ദേഹം മഅ്ദൂറല്ലേ, അയാൾ ഡ്യൂട്ടി നിർവഹിക്കല്ലേ.
ഫീങ്കാരിഹി, അത് നിഷേധിക്കുന്നതിൽ, മിൻ ഹൈസു ഇന്ന ശറഅ അമറഹു, കാരണം തെറ്റ് കണ്ടാൽ വിമർശിക്കണം എന്നത്, അത് ചോദ്യം ചെയ്യണം എന്നത് ശറഅയോട് വലിയാരോട് കൽപ്പിച്ചല്ലേ. അയ്യുൻകിറ കുല്ലമാ റഅഹു മിനൽ മുൻകരി ബിഹസബി ഫഹ്മിഹി, അയാൾക്ക് മനസ്സിലായതനുസരിച്ച് ശറഇനെതിരാണെങ്കിൽ അതിനെ വിമർശിക്കണം എന്നത് ശറഅയോട് കൽപ്പിച്ചതാ. വഇല്ലം യകുനിൽ അംറു മുൻകറൻ ഫീ നഫ്സിൽ അംർ, നഫ്സുൽ അംറിൽ യഥാർത്ഥത്തിൽ അത് മുൻകറല്ല നോക്കുക, എന്നാലും അദ്ദേഹത്തിന് മനസ്സിലായതനുസരിച്ച് തെറ്റാണെന്ന് മനസ്സിലായാൽ അതിനെ വിമർശിക്കണം. ഏതുപോലെ കമാ യശ്ഹദു ബിഹി വാഖിഅത്തു മൂസാ മഅൽ ഖദർ അലൈഹി വസ്സലാത്തു വസ്സലാം, മൂസാ നബിയും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര നടത്തിയില്ലേ. വഅന്ന മൂസാ അലൈഹി സ്വലാം മാ അൻകറ, മൂസാ നബി മഅസൂമായ നബിയല്ലേ, തെറ്റിയോ? വഅന്ന മൂസാ അലൈഹി സ്വലാം മാ അൻകറ ഇല്ലാ ലിമാ അലിമ അന്നല്ലാഹു സുബ്ഹാനഹു വതആല അബാഹ ലഹു ദാലിക. അതെ, മൂസാ നബി അലൈഹി സ്വലാം വിമർശിച്ചത് എന്തുകൊണ്ടാണ് ഖദർ അലൈഹി സ്വലാമിനെ? അത് അല്ലാഹു തആല അദ്ദേഹത്തിന് അത് ഹലാലാക്കി കൊടുത്തിട്ടുള്ള വിവരം മൂസാ നബി അറിയൂലല്ലോ. അപ്പൊ തെറ്റ് കണ്ടാ വിമർശിക്കണ്ടേ? അതാണ് മൂസാ നബി വിമർശിച്ചത്. യനഹു മഅസൂമുൻ മിനല്ലാഹി, അല്ലാഹു തആല മഅസൂമാക്കിയ ആളല്ലേ മൂസാ നബി. മൂസാ നബിയുടെ വിമർശനം തെറ്റല്ല. മഅസൂമായ മൂസാ നബി തെറ്റ് ചെയ്യൂല, ചെയ്തത് ശരിയാണ്. എന്ന് മാത്രമല്ല, മഅദൂറുൻ ഫീമാ ലം യഅലം അന്നല്ലാഹു തആല അബാഹ ലഹു ദാലിക, അങ്ങനെയാണ്. അതെങ്ങനെയാണ്? അതുകൊണ്ടല്ലേ ഖദർ അലൈഹി ഇസ്ലാമിന് ഒരു വിഷമം ഉണ്ടായിട്ടില്ലല്ലോ മൂസാ നബിയോട്. മൂസാ നബിയോട് ആദ്യം അഡ്വാൻസ് പറഞ്ഞിട്ടില്ലേ, കൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബറ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷമിച്ചിക്കാൻ പറ്റൂല, നിങ്ങൾ നബിയല്ലേ, നിങ്ങൾക്ക് തിരിയാത്ത കാര്യത്തിന് ക്ഷമിച്ചിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചോദ്യം ചെയ്യാണ്ട് എന്തായാലും പറ്റൂല കേട്ടോ എന്ന് മൂസാ നബീനോട് ആദ്യം തന്നെ ഖദർ അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ. ചോദ്യം ചെയ്തപ്പോൾ എന്തോ വെറുപ്പുണ്ടായിനോ? ഒരു വെറുപ്പോട്ടുണ്ടായിട്ടില്ലല്ലോ. മൂസാ നബി ഡ്യൂട്ടി നിർവഹിച്ചു. ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ഒമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ഈ ഏകൽ മൂസാ നബി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം കുറ്റക്കാരനല്ല, ഖദർ അലൈഹി ഇസ്ലാമും കുറ്റക്കാരനല്ല. ഓ സുഹൃത്തുക്കളെ, ഇതൊന്നും വേർതിരിച്ചറിയാതെ ഒരു മൂസാ നബിയും ഖദർ അലൈഹി ഇസ്ലാമിനെയും ചരിത്രം പറഞ്ഞ ആളുകളെ ഇങ്ങനെ പൊട്ടീസാക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, ഒരു വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, മൂസാ നബി അലൈഹി ഇസ്ലാം ഡ്യൂട്ടി നിർവഹിച്ചു, മഹാനവർ മഅസൂമാണ് എന്നല്ല, ഖദർ അലൈഹി ഇസ്ലാമിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള റസൂലും നബിയും ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുമാണ് കരീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദർ അലൈഹി ഇസ്ലാം നബിയാണെന്നുള്ളതാണ് അസഹ്, അക്സറുൽ ഉലമാ വലിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഏതായിരുന്നാലും ശരി, മഹാനായ ഇമാം ഷഅറാനി വീണ്ടും പറയാൻ, ഫകുല്ലു മുരീദിൻ നഫറത് നഫ്സുഹു മിനൽ ഫഖീഹിൽ മുൻകിരി അലൈഹി ഫഹുവ ജാഹിലു. ഒരു വിവരമുള്ള പണ്ഡിതൻ അദ്ദേഹം ചെയ്യുന്ന സംഗതിയോ അദ്ദേഹം പറയുന്നതിനെയോ, ഒരു വിവരമുള്ള പണ്ഡിതൻ അത് വിമർശിക്കുമ്പോൾ ആ പണ്ഡിതനെ അംഗീകരിക്കാതെയും ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിനെതിരായും പോകുന്നവനാണോ ഫഹുവ ജാഹിലുൻ, ആ മുരീദ് ജാഹിലാണ്. ലാ യജിഉ മിൻഹു ശൈഉൻ, അവന് തരീഖത്ത് ഉണ്ടാവില്ല, തസവുഫ് ഉണ്ടാവില്ല. ഫി തരീഖി ലിമുആദാതിഹി, കാരണം അവന്റെ ശത്രുത ആരോടാ? ലിഹമലത്തി ശരീഅതി, ഇസ്ലാമിക ശരീഅത്തിനെ വഹിച്ച് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന പണ്ഡിതനോടാണ് അവന്റെ ആ ശത്രുത. അല്ലദീന ഹും ഹുദാത്തുൻ നാസ്, ആ പണ്ഡിതനാണ് ജനങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നവർ, ആ പണ്ഡിതന്മാരാണ്. അവനോട് ശത്രുത വെച്ച ഇവൻ എങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവനാകുക? ലാസിയമാ, പ്രത്യേകിച്ചും ഇൻകാനം യതബഹർ ഫിൽ ഇൽമി, ഇൽമിൽ വലിയ ബഹറാകാത്തവനാകുമ്പോൾ, കഗാലിബി മുരീദീന ഹാദ സമാൻ, ഈ കാലത്തുള്ള അധിക മുരീദന്മാരും അങ്ങനെയാണ്. അല്ലദീന യതലമ്മദൂന ലിൽ അസിയാഖി മിൻ ഗൈരി ഇൽമിൻ ബിശ്ശരീഅതി ഫഇന്ന കറാഹതഹു ലി അഹ്ലിൽ ഇൽമി, ആലിമീങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടോ? മിൻ അലാമത്തി മഖ്തില്ലാഹി തആല ലഹു, അല്ലാഹുവിന്റെ വെറുപ്പ് സംഭവിച്ചവനാണവൻ, സമ്പാദിച്ചവനാണവൻ എന്നതിന്റെ തെളിവാണത്. കമാ അലൈഹി ത്വായിഫത്തു ഫുഖറാഇൽ മുഖാവതി ബഅദി ഫുഖറാഇൽ അജം ഫയഖൂലൂന, ഈ കക്ഷികളുടെ വാദം എന്താണ്? അൽ ഫുഖഹാ മഹ്ജൂബൂന അനില്ലാഹ്, ഈ മൗലവിമാർക്ക് ഇതൊന്നും തിരിയൂല, പടച്ചോനെ അവർക്ക് മറയാണ്, പടച്ചോന്റെ അടുത്ത് ഇൽമൊന്നും അവർക്ക് കിട്ടുന്നില്ല. വൽഹാലു അന്നഹും ഹുമുൽ മഹ്ജൂബൂൻ വലാകിൻ ലാ യശ്ഉറൂൻ, വാസ്തവത്തിൽ പടച്ചവന്റെ ദീനിന്റെ ഒരു വിവരവും കിട്ടാത്തവൻ ഇവനാണ്, അല്ലാതെ പണ്ഡിതന്മാരല്ല. ഫലം ദാലിക യാ അഖീ, ഓ എന്റെ സഹോദര, നീ മനസ്സിലാക്കി വെച്ചോ. വഫത്തിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ പരിശോധിച്ചോ. ഫറുബ്ബമാ കുന്ത അൻതൽ ആഖിറു തക്റഹുൽ ഫുഖറാ അൽ മുൻകിരീന അലൈക, നിന്നെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വെറുക്കുന്ന ആൾ നീ ആയിരിക്കും.
തുമ്മ തസീറു, പിന്നെ ചിലപ്പോൾ നീ ചില പരിപാടി ഒപ്പിക്കും. അങ്ങനെ തുദാഹിനുഹും വതംദഹും ദിയാഅൻ വനിഫാഖൻ. നിന്റെ മനസ്സിലായ ആലിമിനോട് ഒരു ബഹുമാനവും ഇല്ല, ആദരവും ഇല്ല. എന്നാൽ ചിലപ്പോ നീ സോപ്പിടുന്ന ചില വർത്തമാനം പറയും. അതേപോലെ തന്നെ അണികളെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ നീ ഒരു പണ്ഡിതനെ കുറെ ബഹുമാനിച്ച് പറയും. അപ്പോൾ ഞാൻ വേറൊരു പണ്ഡിതനെ കുറെ നിസാരപ്പെടുത്തി പറയും. ചിലപ്പോൾ ആ പണ്ഡിതനെ നീ കുറെ നിസാരപ്പെടുത്തി പറയും. അപ്പോൾ വേറൊരു പണ്ഡിതനെ കുറെ പൊക്കി പറയും. ഇതൊക്കെ നിഫാഖല്ലടോ. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊക്കെ കാപട്യമാണ്, നിഫാഖൻ ചെയ്യുന്ന പണിയാണ്. വഅലം യാ അഖി അന്നൽ ഫഖീഹ മാ അൻകറ അലൈക, പണ്ഡിതന്മാരെ നിന്നെ വിമർശിച്ചത് ഇല്ലാ മാ ഖാലഫ്ത ഫീഹി ളാഹിറ ശരീഅത്തി ബിഹസബി മഖാമിഹി, നീ ശരീഅത്തിനെതിരായി ചെയ്തതിനെയാണ് വിമർശിച്ചത്. ഫഅലം ദാലിക, നീ അത് മനസ്സിലാക്കി വെച്ചോ. നീ ആലിമീങ്ങളെ വിമർശിച്ചിട്ട് സൂഫിയാകാന്ന് വിചാരിക്കണ്ട. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി ഒരു ഇബാറത്തും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. وليتعين على الموفق أيضا ألا يدخل تحت حيطة أحد إلا بعد أن يقهره حاله أو يعلم منه الإحاطة بعلم الشريعة والحقيقة. ശരിക്കും ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും രണ്ട് അറിവും പരിപൂർണമായി മനസ്സിലാക്കി എന്നറിയാതെ ഒരാളും പോയിട്ട് എന്ത് ചെയ്യേണ്ട, ശൈഖാന്ന് വിചാരിച്ചിട്ട് കൂടാൻ പോണ്ടെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാ പറയുന്നു. ലിമാനൽ കാദിബീന വൽ മുതലബ്ബിസീന ഖദ് കസുറു, കാരണം ഈ കാലത്ത് കള്ളം പറയുന്നവരും ആശയക്കുഴപ്പമാക്കുന്നവരും വർദ്ധിച്ചിരിക്കുന്നു. അവർ ശരിയായ മഹാന്മാരെ തരീഖത്താണെന്ന് വാദിക്കുന്നു. വഹും മിൻഹാ ബരീഊൻ, അവരാ തരീഖത്തുകാരല്ല കേട്ടോ. വൈലന്നാരി സായിറൂൻ, നരകത്തിലേക്ക് പോകുന്നവരാണ് കേട്ടോ. ലീസൂഇ അഫ്ആലിഹിം, അവരുടെ പ്രവർത്തനം അത്രയും ചീത്തയാണ്. വഫസാദി അഹ്വാലിഹിം വഅഖ്വാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം, അവരുടെ അവസ്ഥയും അവരുടെ വാക്കുകളും അങ്ങനെയാണ്. വതകാലബിഹിം അല ദുനിയൽ ഫാനിയത്തി, അവർ ദുനിയാവ് എങ്ങനെയെങ്കിലും വലിച്ചുണ്ടാക്കണമെന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. വൈറാദിഹിം മിനൽ ആഖിറത്തിൽ ബഖിയത്തി, നിലനിൽക്കുന്ന ആഖിറത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരാണവർ. ഇത് ലൈസ ഖസ്ദുഹും, എന്തുകൊണ്ട് അവരുടെ ഉദ്ദേശമല്ല ബിദ്യായി ഹാദിഹി തരീഖത്തുൽ അലിയത്തി, ഈ സൂഫിയാക്കളെ തരീഖത്തിനെ വാദിക്കൽ കൊണ്ട് അവരുടെ ഉദ്ദേശമല്ല. ഇല്ലാ ജംഅൽ ഹുതാം, പണം സമ്പാദിക്കൽ, ധനം സമ്പാദിക്കൽ, ആളുകൾ കൈപിടിച്ച് ചുംബിക്കൽ. വനൈല ലദ്ദത്തി അക്ലിൽ ഹറാം, ഹറാം തിന്ന് രുചിക്കൽ. വസ്തിഫറാഖിൽ ഉംരി ഫിൽ ജഹാലാത്തി വൽ അഹാം, അതുപോലെ തെറ്റുകളിലും വിവരക്കേടിലുമായി നീങ്ങൽ. ഫഹദാരി ഹദാരി, അതുകൊണ്ട് സൂക്ഷിച്ചോളണം. മിൻ അംസാലിഹിം, അത്തരത്തിലുള്ള ശൈഖന്മാരെ സൂക്ഷിക്കണം. വല്ലിഗ്തിറാരി ബി അഖ്വാലിഹിം വഅഫ്ആലിഹിം, അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും കണ്ടു പെട്ടുപോകരുത്. ഫഇന്ന കുല്ല മനിത്തബഅഹും, അത്തരക്കാരെ പിന്തുടർന്ന ആളുകൾ സല്ല ഖദമുഹു, അവന്റെ കാല് ഇടറിപ്പോയി. വതഗാ ഖലമുഹു, അവന്റെ പേന പിഴച്ചുപോയി. വഹഖ നദമുഹു, അവൻ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഹുരിമൽ വസൂലു ഇലാ ശൈഇൻ മിനൽ കമാൽ, ഒരു പരിപൂർണതയിലും എത്താൻ അവന് കഴിയാത്ത വിധം അവൻ തടയപ്പെട്ടു പോയി. വയതീഹി മിനല്ലാഹി അഅ്ളമുൽ ബവാരി വന്നകാൽ, വലിയ മുസീബത്ത്, ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന മുസീബത്ത് അത്തരം ആളുകളെ പിന്തുടരുന്നവർക്ക് വരാനുണ്ട്. വഅലൈക ഇൻ അറത്ത അൻ യൽഹറ ലകൽ ഹഖ്, നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് ഹഖ് മനസ്സിലാകണോ? വഅന്നക തതഹല്ലാ ബിസ്സുദ്ഖി, നിനക്ക് നല്ല നിലയ്ക്ക് ജീവിച്ച് ആ തരീഖത്തിന്റെ വഴി പോണമെന്നുണ്ടോ? എന്നാൽ നീ ഒരു പണി ചെയ്തോ. ബിമുതാലഅതി ഹിയാൽ ഗസ്സാലി റഹിമഹുല്ലാഹ്, ഇമാം ഗസ്സാലിയുടെ ഹിയ മുതാലഅ ചെയ്തോളൂ. വരിസാലത്തിൽ ഇമാമിൽ ആരിഫിൽ ഖുസൈരി, ഇമാം ഖുസൈരിയുടെ റിസാല മുതാലഅ ചെയ്തോളൂ. അവാരിഫിൽ മആരിഫിൽ സുഹ്റവർദി, ഇമാം സുഹ്റവർദിയുടെ അവാരിഫിൽ മആരിഫ് നോക്കിക്കോളൂ. വൽ ഖൂത്തുലി അബി താലിബിൽ മക്കി, അബൂ താലിബ് മക്കിയുടെ ഖൂത്തുൽ ഖുലൂബ് നോക്കിക്കോളൂ. ഫഇന്ന ഹാദിഹി ഹിയൽ കുതുബുൻ നാഫിയത്തുൽ മുബയ്യിനത്തു ലി അഹ്വാലിസ് സാദിഖീൻ, ശരിയായ സത്യവാന്മാരായ മഹാന്മാരുടെ വിവരങ്ങൾ പറയുന്ന ഉപകാരപ്രദമായ ഗ്രന്ഥങ്ങളാണത്. വതൽബീസാത്തിൽ മുബ്തിലീൻ, ബാത്തിൽ വാദക്കാരുടെ എല്ലാ പറ്റിക്കലുകളെ സംബന്ധിച്ചും പറയുന്ന കിതാബാണത്. വൽഹാമിലത്തു അലാ മആലിൽ അഖ്ലാഖ് വഇഥാരിൽ ഫഖ്രി വൽഇംനാഖി വഇദ്മാനി ത്വാഗാത്തി വമുലാസബത്തിൽ ഇബാദാത്തി സിയമൽ ജമാഅത്ത് വൽഇറാദി അൻ സഫാസിഫി അഖ്വാമിൻ ഗലബ അലൈഹിം الشيطان فسول لهم القبيح حسنا والمنكر معروفا والمذموم ممدوحا فاستغرفوا في بحار شهواتهم وقبيح اعتقاداتهم وإراداتهم وهم مع ذلك يحسبون أنهم يحسنون صنعا.
ഞങ്ങൾ ചെയ്യുന്ന വലിയ തരീഖത്താണ്, ഞങ്ങൾ ശൈഖാണ്, മുരീദാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരൊക്കെ പിഴച്ചുപോയി, എന്തെല്ലോ പെട്ടുപോയവരാണ്. നീ അവരെ ഒന്നും പിന്തുടർന്നു പോയിട്ട് നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുതെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പ്രത്യേകം ഉപദേശിക്കുകയാണ്. ഈ കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ, സൂഫിയാക്കളായ, ആരിഫീങ്ങളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വകയിൽ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആശയങ്ങളെല്ലാം നമ്മുടെ മുൻഗാമികളായ നാസിഹീങ്ങളായ നമുക്ക് ദീനെത്തിച്ചു തന്ന മഹാന്മാർ നമ്മുടെ ദീൻ നിലനിർത്താൻ വേണ്ടി നമ്മെ ഉപദേശിച്ച ഉപദേശങ്ങളും അവർ പറഞ്ഞ ആശയങ്ങളുമാണ് പറഞ്ഞത്. മുതഅല്ലിമീങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി യാതൊരു ചതിയിലും പെട്ടുപോകാതെ അവനവൻ്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത്, അല്ലാഹുവേ, ഞങ്ങൾ വന്നത് ബഹ്റുൽ ഉലൂമിൻ്റെ മഖാമിലാണ്. ഞങ്ങൾക്ക് ഇൽമില്ല, ഞങ്ങൾക്ക് അമല് തീരെയില്ല. ചെയ്ത അമലുകൾക്കൊന്നും തന്നെ നീ സ്വീകരിച്ചു എന്നതിന് യാതൊരു രേഖയുമില്ല. ജീവിതത്തിൽ തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു പോയ പാപികളാണ് ഞങ്ങൾ. ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളും പറയുന്നു, ളലംതു സുന്നത മൻ അഹിയല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ദുർറ മിൻ വറമി. അവിടുന്ന് രാത്രി സമയത്ത് ഒരുപാട് നേരം തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തു. ഞങ്ങളങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചവരായില്ല. ഞങ്ങളെ കൈവശത്തിൽ അങ്ങനെയുള്ള അമലൊന്നുമില്ല. ഞങ്ങൾ നിന്റെ ദീനിന്റെ ഇൽമ് പറയാതെ മൂടി വെച്ചാൽ ഞങ്ങൾ നിന്റെ അടുക്കൽ കുറ്റക്കാരാകുമെന്ന് കണ്ട് ഞങ്ങൾ പഠിച്ച ഇൽമ്, ഞങ്ങൾ മഹാന്മാരെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഇൽമ് അതെടുത്തു പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾ സൂഫിയാക്കളെ വഴിയിൽ കിടന്ന മഹാന്മാരാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദി ഉഖുമി അമർതുകൽ ഖൈറ ലാകിൻ മഅ്തമർതു ബിഹി ഫമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞതുപോലെ അവിടുന്ന് പറഞ്ഞത് തവാളുവിൻ്റെ പറച്ചിലാണ്. ഞങ്ങളും പറയുന്നു, അല്ലാഹുവേ, ഞങ്ങളെ കയ്യിലൊന്നുമില്ല. പക്ഷേ നിന്റെ ദീനിന്റെ ഇൽമ്, നിന്റെ സാലിഹീങ്ങളായ മഹാന്മാർ അവർ സവിസ്തരം ഓരോന്നും കൃത്യമായി വിവരിച്ച് എഴുതി വെച്ചപ്പോ അത് കണ്ടെത്താൻ കഴിയാത്ത മുതഅല്ലിമീങ്ങൾക്ക്, അത് കണ്ടെത്താൻ കഴിയാത്ത സാധാരണക്കാർക്ക് അവര് പോയിട്ട് ഓരോന്ന് കേൾക്കുമ്പോൾ അതിൽ പോയി പെട്ട് അവരെ ദീന് നശിക്കുന്നു. അവർ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരായി മാറുന്നു. അവരെ ദീൻ നശിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്, മുഅ്തസിലത്തിന്റെ വിശ്വാസം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ദീനിൽ അകന്നു പോകുന്നു. അത് കാണുമ്പോൾ വേദന കൊണ്ട് വിഷയം ഞങ്ങൾ പറയുന്നത് നിന്റെ ദീനിന്റെ സംരക്ഷണത്തിനാണ്, ഞങ്ങൾ വലിയ മഹാന്മാരാണെന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല അല്ലാ. പക്ഷേ ഞങ്ങൾക്കൊരുറപ്പുണ്ട്. നിന്റെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തഅലബനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ളമാ. ഇമാം ശാഫിഈ തങ്ങൾ പാടിയില്ലേ, എന്റെ തെറ്റെത്ര വലുതാണെങ്കിലും നിന്റെ വിട്ടുവീഴ്ച അതിനേക്കാൾ വലുതാണല്ലോ അല്ലാഹ്. ആ വിട്ടുവീഴ്ചയല്ലാതെ ഞങ്ങളെ കൈവശത്തിൽ ഒന്നും തന്നെ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെ നീ ഹക്കിന്റെ മേൽ അടിയുറപ്പിച്ച് നിർത്തണം അല്ലാഹ്. ഹക്കിനെ ബോധ്യപ്പെടുത്തി തരണമല്ല. അത് പ്രചരിപ്പിക്കാൻ ആരോഗ്യവും ദീർഘായുസ്സും തഖ്വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണം അല്ലാഹ്. റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും താജുൽ മുഹഖ്ഖീനും മുഹയ്യിസുന്നയും ഞങ്ങളെ പ്രാമാണികരായ ആലിമീങ്ങൾക്കും അതുപോലെ സാദാത്തുക്കൾക്കും ഞങ്ങളെ നേതാക്കൾക്ക് മുഴുവനും നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ആരോഗ്യത്തോടെ ദീർഘ ആയുസ് നൽകണം അല്ലാഹ്. ബഹ്റുൽ ഉലൂമിന്റെ ഖബറിൽ അവിടത്തേക്ക് വലിയ സമ്പാദ്യമുള്ള മഹാൻ എത്ര ആലിമീങ്ങൾ, എത്ര ശിഷ്യ പരമ്പരകൾ അവിടുത്തെ